എല്ലാവർക്കും നമസ്കാരം ഒരിക്കൽ കൂടി. ഇന്ന് നമ്മുടെ ഈ ഒരു സെഷന്റെ ഉദ്ദേശം രണ്ട് പ്രധാനപ്പെട്ട ടൂൾസ് പരിചയപ്പെടുക എന്നുള്ളതാണ്. അപ്പൊ ഞാൻ ടൂൾസ് എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ പണിയായുധങ്ങൾ എന്നാണല്ലോ പറയാ. ഈ പണിയായുധങ്ങൾ ഇവിടെയുണ്ട്. ഇവിടെ അടിസ്ഥാനപരമായിട്ടുള്ള പണി എന്താണെന്ന് ചോദിച്ചാൽ ബോധവൽക്കരണമാണ്. ആളുകളോട് കാര്യങ്ങൾ അവതരിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ ശരിയായിട്ടുള്ള വർക്ക്. അതിന്റെ ഭാഗമായിട്ട് അവരാണ് തീരുമാനിക്കുന്നത് ഉൽപ്പന്നം വാങ്ങണോ, ഉൽപ്പന്നം മാത്രം വാങ്ങിയാൽ മതിയോ, അത് ഉൽപ്പന്നം വാങ്ങുന്നതോടൊപ്പം ഈ ഒരു അവസരം കൂടി ഉപയോഗപ്പെടുത്തണോ, രണ്ടും വേണോ, അത് എത്രമാത്രം സീരിയസ്നെസ്സോടുകൂടി വേണം, അയാളുടെ ആവശ്യങ്ങളും അത്യാവശ്യങ്ങളും അയാളുടെ ആഗ്രഹങ്ങളും അയാളുടെ നീഡ്സും ഒക്കെ അതിനനുസൃതമായിട്ട് അദ്ദേഹം ഒരു തീരുമാനം എടുക്കുന്നതിലേക്ക് നമ്മൾ എത്തിക്കുന്നു. ശരിയായിട്ടുള്ള രീതിയിൽ ഒരു കൺസൾട്ടേഷനാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ എന്താണെന്നുള്ള കാര്യം ഷെയർ ചെയ്യുന്നു. അപ്പൊ അതാണ് ഇതിന്റെ വർക്ക്. ആ വർക്കിൽ യൂണിഫോമിറ്റി കൊണ്ടുവന്നാൽ വളരെ എളുപ്പത്തിൽ തന്നെ കൂടുതൽ ആളുകൾക്ക് അത് ചെയ്യാനായിട്ട് കഴിയും. എന്നാൽ കൂടുതൽ ഒരു ഉൽപ്പന്നത്തിന്റെ ഏറ്റവും വലിയ ഒരു മികച്ച പ്രസന്ററായി മാറിക്കഴിയുമ്പോൾ അത് എല്ലാവർക്കും ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റണമെന്നില്ല. അപ്പൊ ഈ ബിസിനസിന്റെ ആണിക്കല്ല് എന്ന് പറയുന്നത് ഡ്യൂപ്ലിക്കേഷൻ ആയതുകൊണ്ട്, ഡ്യൂപ്ലിക്കേഷന്റെ ആണിക്കല്ല് എന്ന് പറയുന്നത് സിംപ്ലിസിറ്റി ആയതുകൊണ്ട്, ആ ആശയവിനിമയത്തിൽ വിഷ്വലിന് വളരെ ഇമ്പോർട്ടന്റ്, കാണുക എന്ന് പറയുന്നതിന് വളരെ ഇമ്പോർട്ടന്റ്. വിഷ്വൽ ആണ് ഒരു 80% 85%. അപ്പൊ വിഷ്വൽ എയ്ഡ് എന്നൊക്കെ പറയും. മെഡിക്കൽ റെപ്രസെന്റേറ്റീവ്സിന്റെ ഭാഷ പറഞ്ഞ വിഷ്വൽ എയ്ഡ്, അവർ വിഷ്വൽ എയ്ഡ് എന്നാ പറയാ. അവരെ സഹായിക്കുന്ന വിഷ്വലി ആയിട്ടുള്ള സാധനങ്ങൾ ഡോക്ടറെ അടുത്ത് കാണിച്ചു വേറെ 2-3 സെക്കൻഡ് അല്ലെങ്കിൽ 1 മിനിറ്റ് ഒക്കെയാണ് പരമാവധി ഒരു ഡോക്ടർ തരിക. അപ്പൊ ഒരു മെഡിക്കൽ റെപ്രസെന്റേറ്റീവ് എങ്ങനെയാണ് ഡോക്ടർ മുമ്പിൽ ആ ചിത്രം കാണിച്ചു കൊടുത്തുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ റിസൾട്ടും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അയാൾ സാമ്പിൾ ഉടനെ തന്നെ മുമ്പിൽ വെച്ചുകൊണ്ട് ഒരു എക്സ്പീരിയൻസ് ക്രിയേറ്റ് ചെയ്യാണ് 1 മിനിറ്റ് 2 മിനിറ്റ് കൊണ്ട്. അതുപോലെ ഒരു വിഷ്വൽ എയ്ഡ് ഉണ്ടെങ്കിൽ അത് യൂണിഫോം ആയിട്ട് എല്ലാവർക്കും ചെയ്യാം. എളുപ്പത്തിൽ ആളുകൾക്ക് മനസ്സിലാവുന്ന ചിത്രങ്ങൾ ഉണ്ടെങ്കിൽ വെറുതെ ഇടയിലുള്ള ഗ്യാപ്പുകൾ മാത്രം നമ്മുടെ വായ കൊണ്ട് സംസാരം കൊണ്ട് ഫില്ല് ചെയ്താൽ മതി. അപ്പൊ കൂടുതൽ ആളുകൾക്ക് വളരെ എളുപ്പത്തിൽ വളരെ ഫലപ്രദമായിട്ട് ഈ ബിസിനസ് ചെയ്യാൻ ഉതകുന്ന രീതിയിൽ നമ്മളൊരു വലിയ ബുക്കല്ല കൊടുക്കുന്നത്, ഒരു ഷീറ്റ് കടലാസ് കഷ്ണമാണ്. അപ്പൊ അത് മാത്രം ശ്രദ്ധിച്ചാൽ, അതിൽ ഫോക്കസ് ചെയ്താൽ ഒരു വളരെ ഫലപ്രദമായിട്ടുള്ള ഒരു ആശയത്തെ പരിപൂർണമായിട്ട് വളരെ കുറച്ച് സമയം കൊണ്ട് അവതരിപ്പിക്കാനും, കയ്യിൽ ഈ ഷീറ്റ് ഉള്ളത് കൊണ്ട് അതിൽ ഒരു പോയിന്റ് പോലും നമ്മൾ മിസ് ചെയ്തിട്ടില്ല എന്ന് ഉറപ്പാക്കാനും നമുക്ക് കഴിയുന്നു. സ്പീഡ് കൂടുന്നു, ഇഫർട്ട് കുറയുന്നു, ഇമ്പാക്ട് കൂടുന്നു, കൂടുതൽ ആളുകളുടെ അടുത്തേക്ക് പെർ ഡേ എത്താൻ പറ്റുന്നു. പെട്ടെന്ന് തന്നെ അരിപ്പ പോലെ താല്പര്യമില്ലാത്തവരെ ഒഴിവാക്കി താല്പര്യമുള്ളവരെ കണ്ടെത്തി അവരുടെ കൂടെ ഫോക്കസ് ചെയ്യാനായിട്ടുള്ള സാഹചര്യം ഉണ്ടാവുന്നു. ചുരുക്കത്തിൽ ഒരു പ്രൊഫഷണൽ ആയിട്ട് മുന്നോട്ട് പോകാനായിട്ട് പറ്റുന്നു. മറ്റൊരാളെ പഠിപ്പിക്കാൻ പറ്റുന്നു. കാരണം നമ്മുടെ ടീമിലെ ഈ രീതിയിലാണ് പോകുന്നത് എങ്കിൽ, തിരുവനന്തപുരത്ത് എനിക്കൊരാളുണ്ട്, തിരുവനന്തപുരത്ത് എനിക്ക് വേറൊരു ടീമിലെ ലീഡർ ആണുള്ളെങ്കിൽ പോലും എനിക്ക് തിരുവനന്തപുരത്ത് അയാളോട് അവിടെ പോയി കാണാൻ പറയുന്നു. കാരണം ഒരേ മെസ്സേജ് ആണ് എല്ലായിടത്തും കിട്ടുക. അപ്പൊ വളരെ ഫലപ്രദമായ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുന്നു, ഈ പറയുന്ന ബിസിനസിനെ ഡ്യൂപ്ലിക്കബിലിറ്റിയിലേക്ക് കൊണ്ടുവന്ന് സ്കെയിലബിലിറ്റി ഉണ്ടാക്കാൻ പറ്റും. എന്താണ് സ്കെയിലബിലിറ്റി? സ്കെയിൽ ചെയ്യാന്ന് പറഞ്ഞാൽ 1 to 10 10 to 100 സ്കെയിൽ ചെയ്യാം. വേറെ വലിയ തരത്തിലേക്ക് ബിസിനസിനെ കുതിച്ചുചാട്ടങ്ങൾ ഉണ്ടാക്കാനായിട്ട് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അതിന് സിസ്റ്റം ഇല്ലെങ്കിൽ പറ്റില്ല. അതിന് അക്കൗണ്ടബിലിറ്റി ഉള്ള കുറച്ച് പേര്, സീരിയസ് ആയിട്ടുള്ള കുറച്ച് പേര് ഇല്ലെങ്കിൽ നടക്കില്ല. നിങ്ങൾക്ക് തോന്നണ പോലെ ചെയ്ത് ആരോടും പറയാനോ ചിന്തിക്കാൻ, അല്ലെങ്കിൽ ആരോടും ഒന്നും കൺസൾട്ട് ചെയ്യാനില്ലാതെ തോന്നുന്ന പോലെ തോന്നുന്ന സമയത്ത് ഇറങ്ങി തിരിച്ചത് കൊണ്ട് പ്രത്യേകിച്ച് ഒന്നും മാറ്റം ഉണ്ടാകാൻ പോകുന്നില്ല. ഒരു കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരു കൂട്ടം ആളുകൾ സിസ്റ്റവും പ്രോസസ്സും ടൂൾസും ഒക്കെ സജ്ജമാക്കിയിട്ടുണ്ട്. അതിന്റെ സംവിധാനങ്ങളുണ്ട്, അക്കൗണ്ടബിലിറ്റി സ്ട്രക്ചർ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് ആ അരിപ്പകളിലൂടെ കടന്നു പോവുകയും നമ്മൾ അതിലൊരു പ്രൊഫഷണൽ ആയിട്ടുള്ള വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു വ്യക്തിയായി മാറുകയും ചെയ്യലാണ് ഈ ബിസിനസിന്റെ മർമ്മം, അല്ലെങ്കിൽ ഇത് വിജയിക്കാനുള്ള വഴി എന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ സ്പീഡ് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം സ്പീഡ് ഇല്ലെങ്കിൽ ടേക്ക് ഓഫ് നടക്കില്ല. ഈ സ്പീഡ് എല്ലായ്പ്പോഴും വേണോ? വേണ്ട. ഒരു ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുന്ന സമയത്താണ് ഏറ്റവും കൂടുതൽ സ്പീഡ് ആവശ്യമുള്ളത്. ഇല്ലെങ്കിൽ വർഷാവർഷം, ഇപ്പൊ ഞാൻ എന്റെ വീട് നെടുമ്പാശ്ശേരിയിലാണ്. ഇവിടുത്തെ എയർപോർട്ടിൽ വിമാനങ്ങൾ ഇങ്ങനെ വരും. അതിപ്പോ എത്ര വലിയ കപ്പാസിറ്റിയുള്ള വിമാനമാണെങ്കിലും അതിങ്ങനെ ബസ്സിനെ പോലെയുള്ള സ്പീഡിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരുന്നാൽ ഒരു കാലത്തും അത് ടേക്ക് ഓഫ് ചെയ്യില്ല. അത് അവിടെ കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കും. അതേസമയം അതിന് ആവശ്യമുള്ള ഒരു സ്പീഡിലേക്ക് അത് വന്നാൽ അത് ടേക്ക് ഓഫ് ചെയ്യുകയും, അത് ആ ടേക്ക് ഓഫ് ചെയ്തതിന് ശേഷം വേണമെങ്കിൽ പിന്നെ ആൾട്ടിറ്റ്യൂഡിൽ എത്തിയാൽ പൈലറ്റ് പതുക്കെ കാപ്പിയൊക്കെ കുടിച്ച് ഹോർലിക്സ് ഒക്കെ കുടിച്ച് ഓട്ടോ പൈലറ്റ് ഇട്ട് കുറച്ചു കാലം മുമ്പോട്ട്. അപ്പൊ ആ ഒരു സ്റ്റേജ് എത്തുന്ന വരെയുള്ള ഇനീഷ്യൽ, നമ്മൾ അതിനെ 90 ദിവസം എന്ന് പറയാം. ആ 90 ദിവസമെങ്കിലും പരമാവധി ആളുകളെ കണ്ട് എത്രയും പെട്ടെന്ന് ഭേദപ്പെട്ട റാങ്കിലേക്കും ഭേദപ്പെട്ട വരുമാനത്തിലേക്കും ഭേദപ്പെട്ട ഒരു ടീം വർക്കിലേക്കും വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ശീലങ്ങളിൽ ആ ടീമുമായിട്ട് പരസ്പര സഹകരണത്തിൽ മുന്നോട്ട് പോകേണ്ടി വരും. റെഗുലർ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ വരും. നമ്മുടെ ശീലങ്ങളിൽ ഈ ബിസിനസ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ നമ്മൾ നിർബന്ധിതരായിട്ടുള്ള സ്ഥലത്തേക്ക് വരും. അപ്പൊ സ്വയം പിടിച്ചിടാണ്, അല്ലാണ്ട് ആരും ഇവിടെ നിങ്ങളെ ബോസ് ചെയ്യാനോ
ആരും ഇവിടെ നിങ്ങളെ ഹേമിക്കാനോ രാവിലെ എണീറ്റ് ഓടാന്ന് പറയാനൊന്നും ആരുമില്ല. അപ്പൊ പ്രചോദിതരായിട്ടുള്ള, സ്വയം പ്രചോദിതരായിട്ടുള്ള കുറച്ച് ആളുകൾ വളരെ സീരിയസ് ആയിട്ട് 90 ദിവസം കൊണ്ട് വിചാരിച്ച ഒരു ലെവലിലേക്ക്, ഒരു ഭേദപ്പെട്ട ഇൻകത്തിലേക്കും ഭേദപ്പെട്ട നെറ്റ്വർക്കിലേക്കും ഭേദപ്പെട്ട വരുമാനത്തിലേക്കും ഭേദപ്പെട്ട റാങ്കിലേക്കും ഒക്കെ വരുമ്പോൾ നമ്മൾ സ്വയം റെയിലിലേക്ക് പിടിച്ചിടപ്പെട്ട ഒരാളായി മാറും. അതിന് നമ്മൾ ശ്രദ്ധിക്കണം. അത് പാർട്ട് ടൈമർ ആണെങ്കിലും ഫുൾ ടൈമർ ആണെങ്കിലും ഞാൻ പറയുന്നു, ആദ്യത്തെ 90 ദിവസം എന്ന് പറയുന്നത് വളരെ ക്രിട്ടിക്കലാണ്. അത് നിങ്ങൾ കളഞ്ഞു കുളിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾ ഒരു തണുത്തുറഞ്ഞ ഒരു ശീലത്തിലേക്ക് നിങ്ങൾ വരും. ഇതും എവിടേക്കോ കിടന്ന് ഭ്രമണപഥത്തിൽ കിടന്ന് നടക്കുന്നു, നിങ്ങൾ എന്തൊക്കെയോ കാണുന്നു, എന്തൊക്കെയോ ചെയ്യുന്നു, ചെയ്യാൻ ശ്രമിക്കുന്നു, 2 ദിവസം കഴിയുമ്പോൾ തളരുന്നു, പിന്നെയും പഴയ പോലെ ആവുന്നു. നിങ്ങൾ ആ റഡാറിലേക്ക് വരണമെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള ആ ഒരു സ്പീഡും ചുരുക്കും ആവശ്യമുണ്ട്. അപ്പൊ അതൊന്ന് ഞാൻ ആമുഖമായിട്ട് ഞാൻ പറയാണ്. എന്നിട്ട് നമുക്ക് പതുക്കെ നമുക്കിനി ആ ഷീറ്റുകളിലേക്ക് കിടക്കാം. ഈ ഷീറ്റിന്റെ പ്രസക്തി എന്താണെന്ന് വെച്ചാൽ, ഒന്ന് വെരി സിമ്പിൾ. എപ്പോഴും വരയ്ക്കാൻ നിൽക്കേണ്ട. കടലാസും പേനെടുത്ത് ഇങ്ങനെ വരച്ച് നിങ്ങളുടെ വാക്ക് കണ്ടാൽ തന്നെ ഈ എട്ടുകാലി മഷിയിൽ മുക്കിയിട്ട് വിടണ പോലെ, കടലാസിൽ വിട്ട് പോണ പോലെയാണ് ചിലരുടെയൊക്കെ എഴുത്ത്. ജീവിതത്തിൽ ജനിച്ച പിന്നെ എഴുതിയിട്ടുണ്ടാവില്ല. ഇത് വന്നതിന് ശേഷമായിരിക്കും പേനയും കടലാസും ഒക്കെ കൈകൊണ്ട് വിടണം. അപ്പൊ അതിന്റെ ആവശ്യമില്ല. ഇതാ കാണിച്ചു കൊടുത്ത് നമ്മൾ ആ ഒരു A4 സൈസ് ആയിട്ട് ഉള്ള ഷീറ്റ് എടുക്കുന്നു. അതിനെ A4 സൈസിൽ തന്നെ ഉള്ള ഫയലുകൾ കിട്ടും. 100-100 രൂപ കൊടുത്ത ഫയൽ കിട്ടും. അതിന്റെ ഉള്ളിലേക്ക് ഇട്ടാൽ പിന്നെ അത് ചെളിയാവില്ല, വൃത്തികേടാവില്ല. അപ്പൊ അത് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ആളുകളോട് സംസാരിക്കുന്ന രീതിയാണ്. എന്തിനാണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്ന് പഠിപ്പിക്കുന്ന സാധനമല്ല ഈ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ശ്രദ്ധിക്കുക, എന്തിനാണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു ഷീറ്റ് വേറെ ഉണ്ട്. അത് ഓൾറെഡി നമ്മുടെ കമ്മ്യൂണിറ്റിയിലെ ആളുകൾക്കുണ്ട്. വേണമെങ്കിൽ അത് പിന്നീട് എപ്പോഴെങ്കിലും നമുക്ക് ചെയ്യാം. ഓൾറെഡി ഉണ്ട്. അത് അതിൽ ഒരു മാറ്റവും വരുത്തിയിട്ടില്ല. ഞാൻ അത് എല്ലാ കാലാതീതമായിട്ടുള്ള സാധനമാണ്, എപ്പോൾ വേണമെങ്കിലും ഉപയോഗിക്കാം. അത് ഓഫ്ലൈനിൽ ഒരു ഷീറ്റ് ഉണ്ട്, നമുക്ക് 1 ഷീറ്റ് ഉണ്ട്. ഓൺലൈനിൽ നമ്മൾ ആളുകൾക്ക് അയച്ചു കൊടുക്കാൻ YMT എന്ന് പറയുന്ന യുവർ മണി ആൻഡ് ടൈം എന്ന് പറയുന്ന ഒരു വീഡിയോ, അത് ഓൾറെഡി നമ്മുടെ കമ്മ്യൂണിറ്റിന്റെ യൂട്യൂബ് ചാനലിലുണ്ട്. അത് ഫലപ്രദമായിട്ട് കൊടുത്താൽ തന്നെ എന്തിന് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്നുള്ളതിനെ കുറിച്ച് വ്യക്തമായ ധാരണ കിട്ടും. ഏത് പ്രൊഫഷനിലുള്ള ആളുകൾക്കും ഇത് അവരെക്കാൾ മുകളിലാണെന്നുള്ള ബോധ്യം വ്യക്തമായിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ കഴിയുന്ന രീതിയിലാണ് ആ YMT സെറ്റ് ചെയ്തിരിക്കുന്നത്. 1 മണിക്കൂറുള്ള ആ ഒരു പ്രോഗ്രാം അയച്ചു കൊടുത്താൽ തന്നെ നെറ്റ്വർക്കിനെ കുറിച്ചുള്ള കാര്യങ്ങൾ മനസ്സിലാവും. ഇവിടെ നമ്മൾ ശ്രമിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ 2 ഷീറ്റുകൾ പ്രിഡോമിനന്റ്ലി പ്രൊഡക്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഡിസ്കഷനിലേക്കൂടെയാണ് പോകുന്നത്. ഉദാഹരണത്തിന്, നമ്മളൊരു സർവേ നടത്തി. ആ സർവേയുടെ അപ്പുറത്ത് നമ്മൾ ഒരു 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 കാര്യം പറയുകയാണ് അവരോട്. ആ സർവേ എന്താണ്? സർവേയിൽ കുറെ ചോദ്യങ്ങളുണ്ട്, 6 ചോദ്യങ്ങളുണ്ട്. ഈ 6 ചോദ്യങ്ങൾക്ക് അറ്റത്ത് 6ാമത്തെ ഒരു ചോദ്യം എന്താണെന്ന് വെച്ചാൽ, മുകളിൽ പറഞ്ഞ എല്ലാം പരിഹരിക്കപ്പെടുന്ന, ന്യൂട്രീഷണൽ ഗ്യാപ്പ് എല്ലാം പരിഹരിച്ച് അസുഖങ്ങളിൽ നിന്നും വിടുതല കൊടുക്കാനും അത് വരാതിരിക്കാനുമുള്ള വളരെ മിതമായ വിലയ്ക്ക് കിട്ടുന്ന ആയുർവേദ ഉൽപ്പന്നങ്ങളെ കുറിച്ച് അറിയാൻ താല്പര്യമുണ്ടോ എന്നാണ് ചോദ്യം. അറിയാൻ താല്പര്യമുണ്ടെന്ന് ടിക്ക് ചെയ്താൽ അത് അവർ താല്പര്യം ഉണ്ടെന്നാണ് എന്റെ അർത്ഥം. അങ്ങനെ ഉണ്ടെങ്കിൽ ഉടൻ തന്നെ നമ്മൾ അവരോട് 1 മിനിറ്റിൽ താഴെ അല്ലേ വേണ്ടി വന്നുള്ളൂ. അതെ, നിങ്ങൾ സമ്മതിക്കുകയാണെങ്കിൽ ഒരു 2-3 മിനിറ്റ് കൂടി എടുത്തിട്ട് കുറച്ച് കാര്യങ്ങളോട് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിൽ വിരോധം ഉണ്ടോ എന്ന് ചോദിച്ചാൽ 99.9% ആൾക്കാരും വിരോധം ഇല്ലാന്നേ പറയുള്ളൂ. കാരണം ഓൾറെഡി അവർ കടന്നു പോയിട്ടുള്ള സർവേക്ക് ക്വാളിറ്റി ഉള്ളത് കൊണ്ട് ആ ക്വാളിറ്റി ഇനിയും പ്രതീക്ഷിച്ചുകൊണ്ടുള്ള ഒരു മറുപടി ആയിരിക്കും അവരിൽ നിന്ന് ഉണ്ടാവുക. നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഒരു തെറ്റായിട്ടുള്ള ഒരു 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 നിപ്പോ നിങ്ങളുടെ മുഖഭാവോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളോ അയാൾക്ക് പിടിക്കാത്ത ഒരു അവസ്ഥ ഉണ്ടാക്കാതിരുന്നാൽ സ്വാഭാവികമായിട്ടും ഇത് കഴിഞ്ഞാൽ 99.9%-ഉം 2 മിനിറ്റ് 3 മിനിറ്റ് എടുക്കുള്ളൂ എന്ന് പറഞ്ഞാൽ അവർ സമ്മതിക്കും. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ്. വാട്ട് ഡു ഡു ആഫ്റ്റർ ദാറ്റ് എന്നുള്ളതാണ്. അപ്പൊ ആ ഒരു ഷീറ്റ് എങ്ങനെയാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുക എന്നുള്ളത് ഞാൻ നിങ്ങളുമായിട്ടൊന്ന് പങ്കുവയ്ക്കാനായിട്ടാണ് ശ്രമിക്കുന്നത്. ഞാനിപ്പോ ഒന്ന് ഷെയർ ചെയ്യാം. ഇതാണ് ഫസ്റ്റ് ഷീറ്റ്. ഈ ഷീറ്റ് നമ്മൾ ആളുകളോട് ഈവൻ സംസാരിക്കുന്ന പോലെ നമ്മളിത് വായിച്ചാൽ പോലും ആളുകൾക്ക് വളരെ പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാവും. നിങ്ങൾ വായിക്കാതിരിക്കരുത് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ന്യൂട്രീഷണൽ ഗ്യാപ്പ് ക്യാൻ ബി ലൈഫ് ത്രെട്ടനിങ് എന്നാണ്. അതായത് ഒരു പോഷകാഹാര കുറവ് ഒരു പക്ഷേ എന്തായി മാറാം, ജീവിതം തന്നെ നഷ്ടപ്പെടുത്തിയേക്കാം എന്നുള്ളതാണ്. ഗെറ്റിംഗ് ഓൾഡർ ഈസ് നോട്ട് എ ഡിസീസ്. പ്രായമാവുന്നത് ഒരു അസുഖമല്ല. നോബഡി ഡൈസ് ബിക്കോസ് ഓഫ് ഓൾഡ് ഏജ്. ആരും പ്രായമായതുകൊണ്ട് മരിച്ചിട്ടില്ല. പിന്നെ എങ്ങനെയാണ് മരിക്കുന്നത്? പ്രായം ആകുന്നതിനൊപ്പം അനുബന്ധമായി കടന്നു വരുന്ന അസുഖങ്ങളാണ് മരണകാരണം. ഹെൽത്ത് ഈസ് ആൻ ഔട്ട്കം ഓഫ് ദ ഫുഡ് ആൻഡ് ഫുഡ് സപ്ലിമെന്റ്സ്. ആരോഗ്യം എന്ന് പറയുന്നത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന്റെയും
സമീകൃത ആഹാരത്തിന്റെയും ഒക്കെ ഔട്ട്കമാണ്, അതിന്റെ പരിണിത ഫലമാണ്. അല്ലാതെ നമ്മൾ കഴിക്കുന്ന മരുന്നുകളല്ല നമുക്ക് ആരോഗ്യം ഉണ്ടാക്കി തരും. എസെൻഷ്യൽ ന്യൂട്രിയൻസ് ഡിസൈഡ് ഹെൽത്ത് ആൻഡ് ലൈഫ് സ്പാൻ ഓഫ് ദ ഹ്യൂമൻ ബോഡി. അതായത് അത്യന്താപേക്ഷിതമായി കഴിക്കേണ്ട പോഷകങ്ങളാണ് നമ്മുടെ ആരോഗ്യവും ആയുസ്സും, ലൈഫ് സ്പാൻ എന്ന് പറഞ്ഞാൽ അതാണ് ആയുസ്സും തീരുമാനിക്കുന്നത്. നേരെ കാര്യത്തിലേക്ക് കിടക്കണം. അവർ ബോഡി നീഡ്സ് 6 എസെൻഷ്യൽ ന്യൂട്രിയൻസ് എവരി ഡേ. നമുക്ക് 6 പോഷകങ്ങൾ എല്ലാ ദിവസവും ആവശ്യമുണ്ട്. 1 വെള്ളം, 2 അന്നജം, 3 എണ്ണകളും കൊഴുപ്പുകളും, 4 മാംസ്യം, 5 ജീവകങ്ങൾ, 6 ധാതുക്കൾ. ഇതാണ് മലയാളത്തിൽ പറഞ്ഞത്. ഇംഗ്ലീഷിൽ ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാം. അത് മലയാളത്തിൽ വേണമെങ്കിൽ നമുക്ക് അവർക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാം. വാട്ടർ എന്നുള്ളതിൽ പർപ്പസ്ഫുൾ ആയിട്ട് ഞാൻ നമ്മുടെ ആൽക്കലൈൻ വാട്ടർ വെച്ചിട്ടുണ്ട്, ആൽക്കലൈൻ വാട്ടർ ബോട്ടിൽ. കാരണം വെള്ളം ആൽക്കലൈനിറ്റി ഉണ്ടാകുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം നമ്മുടെ ശരീരം എന്ന് പറയുന്നത് വെള്ളമാണ്. നമ്മൾ കടലിന്റെ അടുത്ത് നിൽക്കുമ്പോൾ നമ്മൾ റിലാക്സ്ഡ് ആവുന്നതിന്റെ കാരണം റെസണൻസ് വരുന്നതുകൊണ്ടാണ്. ശരീരത്തിനകത്ത് വെള്ളമാണ്, നമ്മുടെ ബ്ലഡിലും വെള്ളമാണ്. വെള്ളമാണ് ഏറ്റവും വലിയ കണ്ടന്റ്. നമ്മുടെ ബോഡി വെയിറ്റിന്റെ ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് വെള്ളമാണ്. നമ്മുടെ രക്തത്തിൽ ഏറ്റവും കൂടുതൽ വെള്ളമാണ്. വെള്ളത്തിന്റെ സ്വഭാവം നമ്മുടെ സ്വഭാവം തീരുമാനിക്കുന്ന തരത്തിൽ ഒരു സംശയം വേണ്ട. വെള്ളത്തിന്റെ സ്വഭാവം അസിഡിക് ആണെങ്കിൽ നമുക്ക് അസുഖങ്ങൾ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. വെള്ളത്തിന്റെ സ്വഭാവം ആൽക്കലൈൻ ആക്കി മാറ്റാൻ നമുക്കാണ് ലോകത്ത് ഇത്രയും ചെലവ് കുറഞ്ഞ മാർഗം വേറെയില്ല. അത്രമാത്രം ഇക്കണോമിക്കലാണ് നമ്മുടെ വാട്ടർ ബോട്ടിലും. 1 ലിറ്റർ വെള്ളത്തിന് 30 പൈസയാണ് നമുക്ക് ചെലവ്. 1000 ലിറ്ററിന് കഴിയുമ്പോഴാണ് 300 രൂപയുടെ ഒരു കാറ്ററിഡ്ജ് മാറ്റുന്നത്. അപ്പോൾ അതിന്റെ അർത്ഥം 1 ലിറ്റർ നമുക്ക് ഉപയോഗിക്കുന്നതിന്, അല്ലെങ്കിൽ 2 ലിറ്റർ, ഒരു ദിവസം 2 ലിറ്റർ വെള്ളം കുടിക്കുന്ന ഒരാൾക്ക് 60 പൈസ ചെലവിൽ അവർക്ക് ഒരു ആരോഗ്യത്തിന്റെ ഏറ്റവും മികച്ച ഒരു ഒരു ഓപ്പർച്യൂണിറ്റി ആണ് എന്നുള്ളത് മനസ്സിലാക്കി കൊടുക്കുക. 2 കാർബോഹൈഡ്രേറ്റ്സ്, അത് കൊടുക്കേണ്ട ആവശ്യമില്ല, അത് ആവശ്യത്തിൽ കൂടുതൽ നമ്മൾ കഴിക്കുന്നുണ്ട്. ലിപ്പിഡ്സും പ്രോട്ടീൻസും വൈറ്റമിൻസും മിനറൽസുമാണ് നമുക്ക് ലഭിക്കാതെ വരുന്നത് എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. താഴെ അത് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് വാട്ട് വി ഈറ്റ് ഗിവ്സ് എനർജി ബട്ട് ലാക്സ് ന്യൂട്രീഷൻ. നമ്മൾ കഴിക്കുന്നത് നമുക്ക് ഊർജം തരുന്നുണ്ട്, പക്ഷെ പോഷകങ്ങൾ തരുന്നില്ല. ഊർജം തരാനായിട്ട് നമ്മൾ കഴിക്കുന്ന ചപ്പാത്തിയും ദോശ, ഇഡ്ഡലി, പുട്ട്, ഉപ്പുമാവ് ഇത്യാദി സാധനങ്ങളൊക്കെ ഉപകരിക്കും. പക്ഷെ ഈ കാര്യങ്ങൾ നമുക്ക് ആവശ്യത്തിന് കിട്ടുന്നില്ല. കിട്ടുന്നുണ്ട്, പക്ഷെ ആവശ്യത്തിന് കിട്ടുന്നില്ല. അങ്ങനെ കിട്ടാതെ വരുമ്പോൾ വെൻ ന്യൂട്രീഷൻ ഈസ് മിസ്സിംഗ് ബോഡി ഫംഗ്ഷൻ സ്റ്റാർട്ട് ടു ഫെയിൽ. നിങ്ങൾ പ്രിന്റ് ചെയ്യുമ്പോൾ ഇവിടെ വന്നോളും. ഞാനിപ്പോ എടുക്കുന്ന എന്റെ കമ്പ്യൂട്ടറിൽ ആ ഇതില്ലാത്തതുകൊണ്ടാണ് കാണാത്തത്. ഇത് സെല്ലാണ്, ആദ്യത്തെ സെൽ. അപ്പൊ എവിടെയാണ് പ്രശ്നം വരുന്നത്? ഒരു ശരീരത്തിന്റെ അടിസ്ഥാന യൂണിറ്റ് എന്ന് പറയുന്നത് സെല്ലാണ്, കോശമാണ്. അപ്പൊ ആ കോശത്തിന് ആവശ്യമാണ് എന്ത്? പ്രോട്ടീൻസും വൈറ്റമിൻസും മിനറൽസും ലിപ്പിഡ്സും. ഇത് കിട്ടാതെ വരുമ്പോൾ ആ കോശം കൂടിച്ചേരുന്ന ടിഷ്യൂ വീക്കാവും. കോശങ്ങൾ ചേർന്നാണ് കലകൾ. മലയാളത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, കോശങ്ങൾ ചേർന്നാൽ കല, അല്ലെങ്കിൽ സെൽസ് ചേർന്നാൽ ടിഷ്യൂ. ഈ ടിഷ്യൂകൾ ചേർന്നിട്ടാണ് ഒരു ഓർഗൻ ആവുന്നത്, അല്ലെങ്കിൽ ഒരു അവയവമാകുന്നത്. അതിപ്പോ ഹാർട്ടുമായി ബന്ധപ്പെട്ട ഒരു ടിഷ്യൂ ആണ് പ്രശ്നമാകുന്നത്, അല്ലെങ്കിൽ ഒരു സെല്ലിന് ആവശ്യത്തിനുള്ള ന്യൂട്രിയൻസ് കിട്ടാതെ വരുമ്പോൾ ഒരു സെല്ല് വീക്ക് ആവുമ്പോൾ ടിഷ്യൂ വീക്കാവും. ടിഷ്യൂ വീക്ക് ആവുമ്പോൾ ഈ ഓർഗൻ എന്ന് പറയുന്ന ഹാർട്ടാണ്. ഹാർട്ട് വീക്ക് ആവുമ്പോൾ സ്വാഭാവികമായിട്ട് ഹാർട്ടുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഹാർട്ട് ബ്ലഡ് വെസൽസ് ചേർന്നതാണ് സർക്കുലേറ്ററി സിസ്റ്റം, അല്ലെങ്കിൽ രക്തചംക്രമണ വ്യവസ്ഥ എന്ന് പറയും. മലയാളത്തിൽ നമ്മൾ അതാ പഠിപ്പിച്ചിരിക്കുന്നത്. ഓരോ അവയവങ്ങൾ ചേർന്നാണ് വ്യവസ്ഥ ഉണ്ടാകുന്നത്. ഇങ്ങനെ രക്തചംക്രമണ വ്യവസ്ഥയോ അത് പ്രശ്നമാകുമ്പോൾ എന്ത് പറ്റും? ഇതുപോലെ ആശുപത്രിയിൽ കിടക്കേണ്ടി വരും. ഇതിന്റെ അടിസ്ഥാനം എവിടെ നിന്നാണ് തുടങ്ങുന്നത്? ഒരു സെല്ല് വീക്ക് ആവുന്നത് വഴിയാണ് തുടങ്ങുന്നത്. ഇതാരും സംസാരിക്കുന്നില്ല, ഇതിനെക്കുറിച്ച് ആരും അഡ്രസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും രസകരമായ വസ്തുത. ഇതുപോലെ തന്നെ എത്ര വ്യവസ്ഥകളുണ്ട് നമുക്ക്. രക്തചംക്രമണ വ്യവസ്ഥ മാത്രമല്ല, നമുക്ക് ശ്വസന വ്യവസ്ഥയുണ്ട്, നമുക്ക് നാഡീ വ്യവസ്ഥയുണ്ട്, നമുക്ക് പ്രത്യുൽപാദന വ്യവസ്ഥയുണ്ട്, നമുക്ക് അസ്ഥികളും എല്ലുകളും ഒക്കെ ചേർന്നിട്ടുള്ള നമ്മളെ സ്ട്രെങ്തൻ കൊടുക്കുന്ന ആ വ്യവസ്ഥയുണ്ട്, നമുക്ക് എൻഡോക്രൈൻ ഗ്ലാൻസ് ഉണ്ട്, അത് നമുക്ക് അങ്ങനെ പല വ്യവസ്ഥകൾ ചേർന്നതാണ് ഒരു മനുഷ്യ ശരീരം ഫംഗ്ഷൻ ചെയ്യുന്നത്. ആ ഓരോ വ്യവസ്ഥകളിലും നിരവധി അവയവങ്ങളുണ്ട്. ഓരോ അവയവങ്ങളിലും ധാരാളം ടിഷ്യൂസ് ഉണ്ട്. ആ ടിഷ്യൂ കോശങ്ങൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ അടിസ്ഥാനപരമായിട്ട് നമ്മൾ പുവർ ന്യൂട്രീഷൻ ആയിട്ടുള്ള സമയത്ത് നമുക്ക് ഒരു അത്ഭുതം പ്രതീക്ഷിക്കാൻ പറ്റില്ല. ഒരു പോഷകങ്ങൾ കിട്ടാത്ത ഒരു വ്യക്തിക്ക് എങ്ങനെയാണ് ഈ പറയുന്ന അവയവങ്ങളെല്ലാം നന്നായി പ്രവർത്തിക്കാൻ പറ്റുക? നടക്കില്ലല്ലോ അത്. അപ്പൊ പുവർ ന്യൂട്രീഷൻ ഈസ് ഇക്വൽ ടു പുവർ ഹെൽത്ത്. കറന്റ് ഹെൽത്ത് കെയർ സിസ്റ്റം ഫോക്കസസ് ഓൺ ഡിസീസ്. അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട്. ഇപ്പോഴും നമ്മൾ ഹെൽത്ത് കെയർ എന്ന് വിളിക്കപ്പെടുന്ന സ്ഥലങ്ങളിൽ ഹെൽത്ത് അല്ല കെയർ ചെയ്യപ്പെടുന്നത്. അവിടെ ബീമാരിയാണ്, അല്ലെങ്കിൽ അസുഖങ്ങളാണ് അവിടെ അവർ ശ്രദ്ധിക്കുന്ന കാര്യം. അവര് ആരോഗ്യമല്ല ശ്രദ്ധിക്കുന്നത്, അസുഖങ്ങളാണ് ഫോക്കസ് ചെയ്യുന്നത്. അവരുടെ ഫോക്കസ് മുഴുവൻ അസുഖങ്ങളാണ്. അല്ലാതെ നമ്മുടെ അടിസ്ഥാനപരമായിട്ടുള്ള ആരോഗ്യത്തിന്റെ അടിസ്ഥാന ശിലകൾ പണിയുന്ന സ്ഥലങ്ങളൊന്നും അല്ല അത്. അപ്പൊ അത് അടിസ്ഥാനപരമായിട്ടുള്ള ശിലകൾ പണിയിലാണ് നമ്മൾ ചെയ്യുന്നത്. അവര് മേൽക്കൂര പൊട്ടുമ്പോൾ മേൽക്കൂര ശരിയാക്കുന്ന പണിയാണ് ചെയ്യുന്നത്. അതൊരു തെറ്റായിട്ടുള്ള പണിയല്ല. മേൽക്കൂര പൊട്ടിയ ആളുകൾക്ക് മേൽക്കൂര ശരിയാക്കുക തന്നെ വേണം വീടുകളുടെ. എന്താ സംശയം?
ഇല്ലെങ്കിൽ അത് ചോരും, ഇല്ലെങ്കിൽ പ്രശ്നമാവും, അല്ലെങ്കിൽ ആ വീടിനുള്ള സകലതും പ്രശ്നമാവും. അപ്പൊ അതുകൊണ്ട് ഈ ഹോസ്പിറ്റലുകളോ ഡോക്ടർമാരോ മെഡിസിൻസോ വേണ്ട എന്നല്ല പറയുന്നത്, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ അവരുമായിട്ടുള്ള ഫൈറ്റിലല്ല നമ്മളുള്ളത്. പക്ഷെ അവർ ചെയ്യുന്ന വർക്ക് മേൽക്കൂരയാണ്, അടിസ്ഥാനം കൊടുക്കുക എന്നുള്ള പണിയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ അവരെല്ലാവരും ഡോക്ടർ ആയാലും മരുന്നുകളാണെങ്കിലും ആശുപത്രികളാണെങ്കിലും ഡിസീസ് ഫൈറ്റിംഗ് മോഡിലാണ്. ആരോഗ്യം അല്ല അവിടെ ശ്രദ്ധിക്കുന്നത്. അവര് ഈ ആരോഗ്യമില്ലാത്ത അസുഖങ്ങളുള്ള അവസ്ഥയ്ക്കെതിരെ ഉള്ള ഫൈറ്റിംഗ് മോഡിലാണ് അവർ, യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവർ. അവരൊരു ഹെൽത്ത് പ്രിസർവേഷൻ മോഡിലല്ല, ആരോഗ്യ സംരക്ഷണ മോഡിൽ വർക്ക് ചെയ്യുന്നവരല്ല ഇവരാരും. മാത്രമല്ല 6% ഡോക്ടേഴ്സ് ആണ് ന്യൂട്രീഷണൽ മെഡിസിനെ കുറിച്ച് എന്തെങ്കിലും പഠിച്ചിട്ട് പുറത്തു വരുന്ന ആൾക്കാർ. വെറും 6%. അതായത് പുറത്തു വരുന്ന 100 ഡോക്ടർമാരിൽ 94% ഡോക്ടർമാരും ഈ ഒരു കാര്യത്തെക്കുറിച്ച് വ്യക്തമായ ധാരണ ഇല്ലാതെ തന്നെയാണ് വരുന്നത്. അതുകൊണ്ടാണ് ഒരു പുസ്തകം തന്നെ എഴുതപ്പെട്ടത്. വാട്ട് യുവർ ഡോക്ടർ ഡസൻ നോ അബൌട്ട് ന്യൂട്രീഷണൽ മെഡിസിൻ മേ ബി കില്ലിംഗ് യു എന്ന് പറയുന്ന ഡോക്ടർ റൈ ഡി സ്ട്രാൻഡ്, അദ്ദേഹം ഒരു MD ആണ്, വളരെ വിഖ്യാതനായിട്ടുള്ള ഒരു മനുഷ്യനാണ്, ഒരു ഡോക്ടറാണ്, മോഡേൺ മെഡിസിൻ ഡോക്ടറാണ്. അദ്ദേഹം എഴുതിയൊരു പുസ്തകമാണ്. അദ്ദേഹത്തിന്റെ മറ്റൊരു പുസ്തകമാണ് ഡെത്ത് ബൈ പ്രിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ദ യൂസ് ഓഫ് പ്രിസ്ക്രിപ്ഷൻ മെഡിക്കേഷൻ ഈസ് ദ തേർഡ് ലീഡിംഗ് കോസ് ഓഫ് ഡെത്ത് ഇൻ ദ US എന്നാണ്. അമേരിക്കയിലെ 3ാമത്തെ ഏറ്റവും വലിയ മരണ കാരണം പ്രിസ്ക്രിപ്ഷൻസ് ആണെന്നുള്ള രീതിയിലാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത്. 2 പുസ്തകങ്ങളും ബെസ്റ്റ് സെല്ലേഴ്സ് ആണ്. ഞാൻ ഇപ്പോഴും ഇവരെ കുറ്റം പറയാനല്ല പറയുന്നത്, നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം ഇതാണ് യഥാർത്ഥത്തിൽ നടക്കുന്നത്. ശരിയായ രീതിയിൽ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് അല്ലെങ്കിൽ ലൈഫ് ഇൻഷുറൻസ് എന്ന് പറയുന്നത് കൃത്യമായി ഈ പറയുന്ന പോഷകാഹാരങ്ങൾ സെല്ലുകളിലേക്ക് എത്തിക്കുക എന്ന് പറയുന്നത് തന്നെയാണ്. അപ്പൊ ഈ ഒരു പേജിൽ നമ്മൾ ഇപ്പോഴത്തെ സാഹചര്യങ്ങളാണ്, ഇപ്പോഴുള്ള നമ്മൾ എന്താ സംഭവിക്കുന്നത്, ഇത്രയും സാധനങ്ങൾ നമുക്ക് കിട്ടുന്നില്ല, സിറ്റുവേഷൻ, ആ സിറ്റുവേഷൻ ഉണ്ടാക്കുന്ന പ്രോബ്ലം, ആ പ്രോബ്ലം ഉണ്ടാക്കുന്ന പരിണിത ഫലങ്ങൾ, ആ പരിണിത ഫലങ്ങളുടെ പരിഹാരമായിട്ടാണ് നമ്മൾ അടുത്ത ഷീറ്റിലേക്ക് പോകുന്നത്. എന്താണത്? ഇൻവെസ്റ്റ് ഇൻ യുവർ ഗ്രേറ്റ് അസറ്റ്, യുവർ ഹെൽത്ത്. നിങ്ങൾക്ക് കൃത്യമായ ഓർമ്മയില്ലെങ്കിൽ, നിങ്ങളുടെ ചിന്തകൾ ശരിയാകുന്നില്ലെങ്കിൽ, നിങ്ങൾക്ക് ബാലൻസ് ഇല്ലെങ്കിൽ, ഈ പറയുന്ന അവയവങ്ങളൊക്കെ പണി മുടക്കി കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ ബാങ്ക് ബാലൻസിന് ഒരു വിലയില്ല, നിങ്ങളുടെ ബന്ധങ്ങൾക്ക് വിലയില്ല, നിങ്ങളുടെ ഫാമിലി എന്ന് പറയുന്നതിന് വിലയില്ല. നിങ്ങളൊരു വെജിറ്റബിൾ മാത്രമായി മാറും. നിങ്ങൾക്ക് ഓർമ്മയില്ലെന്ന് കരുതുക. നിങ്ങൾ എന്താണ് പിന്നെ നിങ്ങളുടെ ഫാമിലിയെ സംബന്ധിച്ചുള്ള ഒന്നുമില്ല. പിന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിനോ ബാങ്കിലുള്ള പൈസയ്ക്കോ ഒന്നിനും യാതൊരു പ്രസക്തിയും ഇല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ എത്തും, അല്ലെ? അപ്പം അതിനെന്താ വേണ്ട? ബ്രെയിനിലേക്ക് പ്രോപ്പറായിട്ട് എന്ത് ചെയ്യണം? ബ്രെയിൻ കോശങ്ങളിലേക്ക് കൃത്യമായിട്ട് എന്തെത്തണം? ന്യൂട്രിയൻസ് എത്തണം, കിഡ്നിയിലേക്ക് എത്തണം, പാൻക്രിയാസിലേക്ക്, ഇന്റൻസ്റ്റൈനിലേക്ക്, ബോൺസിലേക്ക്, മസിൽസിലേക്ക്, ഇവിടെയൊക്കെ കാര്യങ്ങൾ എത്തണം, വേണ്ടേ? ലിവർ, സ്റ്റൊമക്, ലങ്സ്, ഹാർട്ട്, ബ്രെയിൻ, ഇതൊക്കെ എത്ര ഇമ്പോർട്ടന്റ് ആണ്. ഇതൊക്കെ ഒരു പണി മുടക്കിയാൽ ലക്ഷങ്ങളും കോടികളുമാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് നമുക്കറിയാം. നോക്കൂ, നമ്മൾ ഇന്ന് ഒരു ബൈക്കിന് പോലും 100 രൂപയെ കൂടുതൽ ഇന്ന് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. വെറും വെറും ഒരു ബൈക്ക്, അതിനൊരു 10 കൊല്ലത്തിൽ കൂടുതൽ ആയുസില്ല. 10 കൊല്ലം കഴിഞ്ഞ ഒരു ബൈക്ക് ടില്ലർ പോലെയാവും. അവിടെ നിങ്ങൾ 100 രൂപ കൊടുക്കുന്നുണ്ട്. ഇത് ഫ്യൂല് മാത്രമല്ല, അതിന്റെ ഇൻഷുറൻസ്, അല്ലെ, അതിന്റെ മെയിൻ്റനൻസ്, അതിന്റെ ഫിക്സഡ് കോസ്റ്റിനെ 10 കൊല്ലം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന എമൗണ്ട് എല്ലാം കൂടി നോക്കിയാൽ 100 കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ വരുമ്പോ എന്താ നിങ്ങൾക്ക് വേണ്ടത്? ഒരു കംപ്ലീറ്റ് ഡെയിലി ന്യൂട്രീഷണൽ സപ്പോർട്ട് 100 രൂപയിൽ താഴെ വരുന്ന, അല്ലെങ്കിൽ 100 രൂപയോളം വരുന്ന ഈ ഒരു സപ്പോർട്ട് കിട്ടുമ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടുകയാണ്. ഒരു ഒമേഗ 369 അല്ലെങ്കിൽ ഒരു ഹിമാലയൻ ബെറി, അല്ലെങ്കിൽ ഒരു കാൽഷ്യവും വൈറ്റമിൻ ഡിയും, ഡെയിലി ഡയറ്റ് വഴിയുള്ള എല്ലാ വൈറ്റമിൻസും മിനറൽസും, അലോവേര, ശ്രീ തുളസി, ഇങ്ങനെ ഒരു ചെറിയ റിജൈം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ദിവസം എന്താ നമുക്ക് സംഭവിക്കുക? നിങ്ങളുടെ സ്ട്രോങ് ബോഡി ആയിരിക്കും, ഷാർപ്പ് മൈൻഡ് ആയിരിക്കും, നല്ല ഷാർപ്പ് മെമ്മറി ആയിരിക്കും, ബെറ്റർ ഇമ്മ്യൂണിറ്റി, ഹെൽത്തി ഏജിങ്. പ്രായമാവാതിരിക്കില്ല, എല്ലാവർക്കും പ്രായമാവും. പക്ഷെ ആ പ്രായമാവുമ്പോഴും ആരോഗ്യത്തോടു കൂടി പ്രായമാവാൻ പറ്റും. നമ്മൾ 100 വയസ്സിലും നടക്കാൻ പറ്റുന്ന ഒരു അവസ്ഥ ഉണ്ടാവും, സ്വന്തം കാര്യങ്ങൾ നോക്കാൻ പറ്റുന്ന ഒരു അവസ്ഥ ഉണ്ടാവും, കൂടുതൽ എനർജി എല്ലാ ദിവസവും കിട്ടും, നിങ്ങളുടെ സെക്ഷൽ ഹെൽത്ത് ബെറ്റർ ആവും. ഇന്ന് പ്രായമുള്ള ആൾക്കാരല്ല, ഇന്ന് യുവാക്കൾ പോലെ അനുഭവിക്കുന്ന പ്രശ്നങ്ങളാണ് ഇത് മുഴുവൻ. നിങ്ങൾ നോക്കിക്കോളൂ, നിങ്ങൾ ആലോചിച്ച് നോക്കോളൂ. അവരുടെ സ്ട്രോങ് ബോഡി ആണോ, അവരുടെ ഷാർപ്പ് മൈൻഡ് ആണോ, ബെറ്റർ ഇമ്മ്യൂണിറ്റി ആണോ, ഹെൽത്തി ഏജിങ് ആണോ, അവർക്ക് എനർജി ഉണ്ടോ, അവരുടെ സെക്ഷൽ ഹെൽത്ത് ബെറ്റർ ആണോ? എനിക്ക് ഡൗട്ടാണ്. പുതിയ തലമുറയേക്കാൾ ഫാർ ബെറ്റർ ആണ് പഴയ തലമുറ എന്നാണ് ഓരോ ദിവസവും തെളിയിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ കാണാറുള്ള പല ഡോക്ടേഴ്സ് പരിചയക്കാർ പറയാറുള്ളതാണ്. അപ്പൊ 2 ചോയ്സേ നമുക്കുള്ളൂ എന്ന് മനസ്സിലാക്കുക. വി ഹാവ് ഓൺലി 2 ചോയ്സ്. എന്താണ്? ചോയ്സ് 1, ഇന്നൊരു 5 മിനിറ്റും 100 രൂപയും ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട്. കാരണം ഒന്നും വെറുതെ കിട്ടുന്നില്ലല്ലോ, ഒന്നും ഫ്രീ അല്ലല്ലോ ഈ ലോകത്ത്, ഒന്നും തന്നെ സംഭവിക്കുന്നില്ലല്ലോ, ഒന്നും സ്വയംഭൂവായിട്ട് നടക്കുന്നില്ലല്ലോ. നമ്മൾ എന്തെങ്കിലും വില കൊടുക്കേണ്ടി വരും. ഇന്ന് 5 മിനിറ്റും 100 രൂപയും നമ്മൾ എല്ലാ ദിവസവും അതിനുവേണ്ടി കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നാളെ ലക്ഷങ്ങളും കോടികളും മാസങ്ങളും ഒന്നും ആശുപത്രിയിൽ കൊടുക്കേണ്ടി വരില്ല.
അതല്ല, നിങ്ങൾ ഇത് ഇവിടെ അവോയ്ഡ് ചെയ്യുകയാണെങ്കിൽ, നിങ്ങൾ ഈ ചോയ്സ് ഒന്നും വേണ്ടെന്ന് വെക്കുകയാണെങ്കിൽ, നിങ്ങൾ അറിയാതെ അപ്പുറത്ത് ചോയ്സ് രണ്ട് നിങ്ങൾ എടുക്കുകയാണ്. നിങ്ങൾ ഇടതുവശത്ത് ഇല്ലെങ്കിൽ സ്വാഭാവികമായിട്ട് നിങ്ങൾ വലതുവശം തെരഞ്ഞെടുത്തു എന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പൊ ഈ ഒരു കാര്യം നമ്മൾ സ്വയം മനസ്സിലാക്കുകയും നമ്മുടെ ജീവിതത്തിലേക്ക് ഇതിനെ കൊണ്ടുവരികയും പകർത്തുകയും, ഞാൻ കഴിക്കുന്ന ഉൽപ്പന്നങ്ങൾ എന്ന് പറഞ്ഞ് നമുക്ക് ആൾക്കാരുടെ മുമ്പിൽ അവതരിപ്പിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ കണ്ണുകളിലുള്ള പ്രകാശം അത് സംസാരിക്കും, നമ്മുടെ കോൺഫിഡൻസ് അവരോട് സംസാരിക്കും. നമ്മൾ ശരിക്കും എന്താ ചെയ്യുന്നത്? നമ്മളൊരു മൂവ്മെന്റ് ഉണ്ടാക്കുകയാണ്. ഒരു ആയുർവേദവുമായി ബന്ധപ്പെട്ട്, നമ്മുടെ പാരമ്പര്യവുമായി ബന്ധപ്പെട്ട്, ജോയിൻ അവർ മൂവ്മെന്റ് ടു ഗിഫ്റ്റ് എ ഡ്രോപ്പ് ഓഫ് ആയുർവേദ ഇൻ ടു എവറി ഇന്ത്യൻസ് ലൈഫ്. ഇന്ത്യക്കാരുടെ ഓരോ ജീവിതത്തിലും, പുറത്തുള്ളവർക്കും അങ്ങനെ തന്നെ, ഇന്ത്യൻ സീക്രട്ടുകൾ നമ്മൾ ലോകത്തിന് മുഴുവൻ കൊടുക്കുകയാണ്. ഇന്ത്യയുടെ അഭിമാനമായിട്ടുള്ള പാരമ്പര്യമായിട്ടുള്ള ആയുർവേദം നമ്മൾ ലോകത്തിലേക്ക് പകരുകയാണ്. ഇന്നത്തെ പ്രശ്നങ്ങളുടെ പരിഹാരം നമ്മുടെ പാരമ്പര്യങ്ങളിൽ ഒളിഞ്ഞു കിടപ്പുണ്ടെന്നുള്ള കാര്യം നമ്മൾ പറയുകയാണ്. ഇന്ന് അസുഖമായിട്ട് നമ്മൾ കണക്കാക്കുന്നില്ല ആയുർവേദത്തിൽ ഒന്നിനെയും. വാദം, പിത്തം, കഫം, ഈ 3 ത്രിദോഷങ്ങളുടെയും ഡിസോർഡറുകളായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. അതിനെ പ്രോപ്പറായിട്ട് മാനേജ് ചെയ്തുകൊണ്ട് എല്ലാ അസുഖങ്ങളും മാറ്റിമറിക്കാമെന്നാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. അതായത് നമ്മളൊരു അസുഖമല്ല, ശരിക്കും ഒരു ഡിസോർഡർ ആയിട്ടാണ് നമ്മൾ ഇതിനെ, ഏത് അസുഖത്തിനെയും നമ്മൾ കാണുന്നത്. അപ്പൊ ആയുർവേദ ഇസ് എ സയന്റിഫിക് മെഡിക്കൽ സിസ്റ്റം ഇവോൾവ്ഡ് ഓവർ 5000 ഇയേഴ്സ് ഇൻ ഇന്ത്യ. ഇറ്റ് ഇസ് എ ടൈംലെസ് ട്രഡീഷൻ റൂട്ടഡ് ഇൻ ദ സോൾ ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ ആത്മാവില് ആണ് അതിന്റെ വേരുകൾ ഉള്ളത്. ദ ഫ്യൂച്ചർ ഓഫ് ഹെൽത്ത് ലൈസ് ഇൻ അവർ റൂട്ട്സ്. നമ്മുടെ ആരോഗ്യം എന്ന് പറയുന്ന സങ്കല്പത്തിന്റെ അടിസ്ഥാനം തന്നെ നമ്മുടെ പാരമ്പര്യങ്ങളിൽ ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. ആയുർവേദ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈസ് നോട്ട് എ വേ ഓഫ് ട്രീറ്റ്മെന്റ്, അതൊരു ചികിത്സാ രീതി എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് ഇറ്റ്സ് എ വേ ഓഫ് ലൈഫ്. നമ്മുടെ ജീവിത രീതിയായിട്ടാണ് ആയുർവേദത്തിനെ നമ്മൾ കാണുന്നത്. ലെറ്റ്സ് ഷെയർ ഇറ്റ് വിത്ത് ദ വേൾഡ്. നമുക്ക് ലോകവുമായിട്ട് ഇത് പങ്കുവെക്കാം എന്നുള്ളതാണ്. ദർ ഇസ് നത്തിങ് നോബ്ലർ ദാൻ ഹെൽപ്പിംഗ് സംബഡി ടു സ്റ്റാർട്ട് എ ന്യൂ ലൈഫ്. ഒരു പുതിയ ജീവിതം തുടങ്ങാൻ ഒരാളെ സഹായിക്കുന്നതിനേക്കാളും വലിയ മഹനീയമായ ഒന്നും തന്നെ ഇല്ല എന്ന് വിശ്വസിക്കുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ് നമ്മുടെ. അപ്പൊ നമ്മളിത് തെരഞ്ഞെടുത്തിരിക്കുന്നത് എൻഹാൻസ്ഡ് ഹെൽത്തും എക്സ്റ്റൻഡഡ് ഓപ്പർച്യൂണിറ്റി എന്നുള്ള നിലയിലാണ് എന്ന് പറയാം. നമ്മളിത് ആളുകളിലേക്ക് എത്തിക്കുന്നു, പരമാവധി ആളുകളെ ബോധവൽക്കരിക്കുന്നു. അവരുടെ ജീവിതവുമായി ഏറ്റവും ബന്ധപ്പെട്ട് കിടക്കുന്ന അവരുടെ ജോലിയല്ല, അവരുടെ ശമ്പളമല്ല, അവരുടെ ഫാമിലി അല്ല, അവരുടെ മറ്റ് ആസ്പെക്ടുകളല്ല, മറിച്ച് അവരുടെ ജീവിതവുമായി നേരെ ബന്ധപ്പെട്ട് കിടക്കുന്ന അവരുടെ ശരീരമാണ്. ആ ശരീരം പ്രോപ്പറായിട്ട് നിൽക്കാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങളിലാണ് ഏറ്റവും ക്രിട്ടിക്കാലിറ്റി ഉള്ളത്, നിർണായകത്വം ഉള്ളത് എന്ന് കൃത്യമായിട്ട് അവരെ പറഞ്ഞ് മനസ്സിലാക്കുക. അത് ഏതൊരാൾക്കും ഇത് മനസ്സിലാക്കി കൊടുക്കാൻ ഡോക്ടർ ഒന്നും വേണ്ട. ഇതൊന്നും മനസ്സിലാക്കി കൊടുക്കാൻ കോമൺ സെൻസ് മതി. ഈ 6 കാര്യങ്ങളും വളരെ പ്രധാനപ്പെട്ടതാണെന്ന് ഏത് ചാറ്റ് ജിപിടിയിലും, ഏത് ജെമൈനിയിലും, ഏത് ക്ലൗഡിലും, ഏത് സ്ഥലത്തും, ഏത് ഗൂഗിളിലും അവർക്ക് അടിച്ചു നോക്കി മനസ്സിലാക്കാവുന്നതാണ്. ഈ പറയുന്ന വെള്ളവും ഈ പറയുന്ന കാർബോഹൈഡ്രേറ്റ്സും ഒഴിച്ച് ബാക്കി എല്ലാം കോംപ്രമൈസ്ഡ് ആയിട്ടാണ് കിട്ടുന്നത്. 100 വാട്ട് ബൾബ് വെറും 10 വാട്ട് ബൾബ് പോലെയാണ് ഇന്ന് ഓരോരുത്തരും ജീവിക്കുന്നത്. അവരുടെ ശരിയായ പൊട്ടൻഷ്യലിലേക്കോ അവരുടെ ഒപ്റ്റിമം ലെവലിലുള്ള ഒരു എനർജി അവർ കാണാതെയാണ് പലരും മരിച്ചു പോകുന്നത്. ജീവിതകാലം മുഴുവൻ നമ്മുടെ എനർജി എന്താണെന്ന് അറിയാതെ മരിച്ചു പോകേണ്ടി വരുന്ന ഒരു അവസ്ഥയാണ് ഏറ്റവും വലിയ പരിതാപകരമായ അവസ്ഥ എന്ന് വിചാരിക്കുന്ന ഒരാളാണ്. വേറൊരാൾ അറിഞ്ഞില്ലെങ്കിലും അവനവൻ അറിയണം എന്റെ ബോഡിയുടെ മാക്സിമം എന്താണ്, എന്റെ മൈൻഡിന്റെ മാക്സിമം എന്താണ്, എന്റെ ഇമ്മ്യൂണിറ്റി പവറിന്റെ മാക്സിമം എന്താണ്, എന്റെ എനർജി ഏത് ലെവൽ, എത്ര മണിക്കൂറുകൾ എനിക്ക് മാക്സിമം എനർജിയിൽ നിൽക്കാൻ പറ്റുന്നു ഞാൻ അറിയണ്ടേ. അപ്പൊ അത് അത്തരത്തിലുള്ള ഒരു അവസരം നമ്മുടെ മുമ്പിലുണ്ട്. നമ്മുടെ വോൾട്ടേജ് കൂട്ടാനുള്ള, നമ്മുടെ ആയുസ് കൂട്ടാനുള്ള, നമ്മുടെ ആരോഗ്യം കൂട്ടാനുള്ള, നമ്മുടെ ജീവിതം കുറെക്കൂടെ വളരെ മനോഹരമായിട്ട് ആഡിങ് ടൈം ടു അവർ ലൈഫ്, ആഡിങ് ലൈഫ് ടു അവർ ടൈം എന്ന് പറയുന്ന പോലെയാണ്. നമ്മുടെ ആഡിങ് ടൈം ടു അവർ ലൈഫ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നമ്മുടെ ജീവിതത്തിലേക്ക് കൂടുതൽ സമയം, അതായത് നേരത്തെ മരിച്ചു പോകേണ്ടതിന് പകരം 75-ലും 80-ലും മരിക്കുന്നതിന് പകരം 95-ലേക്കും 100-ലേക്കും നമുക്ക് മാറ്റാൻ പറ്റിയാൽ ആഡിങ് ടൈം ടു അവർ ലൈഫ് എന്ന് പറയും. ആഡിങ് ലൈഫ് ടു അവർ ടൈം എന്ന് പറഞ്ഞാലോ, നമ്മുടെ സമയം എത്രയാണെങ്കിലും ആ സമയം മുഴുവൻ മരണം വരെ ലൈഫ് ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. അതായത് കൂനിക്കൂടി ഒടിഞ്ഞു മടങ്ങി അസുഖങ്ങളും കൊണ്ട് നടന്ന ആൾക്കാർ നമ്മളെ എടുത്തുകൊണ്ട് കിടക്കുന്ന ഗതികേടില് ഇവരൊന്ന് മരിച്ചു കിട്ടിയാൽ മതി എന്ന് സ്വന്തം നാട്ടുകാർ തന്നെ വിചാരിക്കുന്ന, അല്ലെങ്കിൽ വീട്ടുകാർ തന്നെ വിചാരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിക്കാതെ നമുക്ക് നമ്മുടെ കാര്യങ്ങൾ സ്വതന്ത്രമായി ചെയ്യാനും വളരെ ആക്റ്റീവായിട്ടൊരു ജീവിതം, അതായത് ആഡിങ് ലൈഫ് ടു യുവർ ടൈം എന്ന് പറയുന്നത്, അതായത് ക്വാണ്ടിറ്റി ഓഫ് ലൈഫും ക്വാളിറ്റി ഓഫ് ലൈഫും ഒരുപോലെ ഉയർത്താനായിട്ട് നമുക്ക് ഈ പറയുന്ന ഒരു 100 രൂപയുണ്ടെങ്കിൽ 100 വയസ്സ് വരെ വളരെ ആരോഗ്യത്തോടുകൂടി ജീവിക്കാനുള്ള ഒരു അവസരമുണ്ട് എന്നുള്ള വ്യക്തമായ ധാരണയാണ് നമ്മൾ ആളുകൾക്ക് കൊടുക്കേണ്ടത്. ഇതാണ് ആദ്യത്തെ ഒരു ഷീറ്റ് വഴി നമ്മൾ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് അത് കുറച്ച് എലാബറേറ്റ് ചെയ്ത് ഞാൻ സംസാരിച്ചത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ, ഇത് നിങ്ങൾക്ക് എന്നാലേ മനസ്സിലാവുള്ളൂ എന്താണ് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. അപ്പൊ ഇവിടെ മുതൽ നമ്മൾ സിറ്റുവേഷൻ കാണിക്കുന്നു, ആ സിറ്റുവേഷൻ ഉണ്ടാക്കുന്ന പ്രോബ്ലം, ആ പ്രോബ്ലം വഴി ഉണ്ടാക്കുന്ന പരിണിത ഫലം, ആ പരിണിത ഫലങ്ങൾ ഒഴിവാക്കാനുള്ള പരിഹാരം. ഞാൻ എന്താ പറഞ്ഞത് ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം. ഒരു സിറ്റുവേഷൻ, നിലവിലുള്ള സിറ്റുവേഷൻ എന്താണ്? ആളുകൾക്ക് വേണ്ടത്ര പോഷകങ്ങൾ കിട്ടുന്നില്ല. അതുണ്ടാക്കുന്ന പ്രോബ്ലം എന്താണ്? അങ്ങനെ വരുമ്പോൾ നമുക്ക് പൂർ ഹെൽത്ത് ആയി മാറും. അതിന്റെ ഇംപ്ലിക്കേഷൻ എന്താണ്? ആശുപത്രി പോയാലും ആ രോഗങ്ങൾ മാത്രമാണ് ട്രീറ്റ് ചെയ്യപ്പെടുന്നത്. അപ്പൊ ഈ പ്രശ്നങ്ങൾ അവിടെ തന്നെ കിടക്കും. അങ്ങനെ കിടക്കുമ്പോൾ എന്ത് പറ്റും? ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപ ആശുപത്രിയിൽ കൊടുക്കേണ്ട അവസ്ഥയിലേക്ക് വരും.
അപ്പൊ ഈ പറയുന്ന അവയവങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള, അല്ലാണ്ട് നമ്മുടെ വായ്ക്ക് രുചിയും വയറു നിറയാന്നുള്ളതല്ല, ആവശ്യമായിട്ടുള്ള ഉൽപ്പന്നങ്ങൾ കൃത്യമായിട്ട് എത്തിക്കാനായിട്ട് ഏറ്റവും മിതമായ വിലക്ക് നമുക്ക് ഈ പറയുന്ന സമീകൃത ആഹാരങ്ങൾ എത്തിക്കാനും വളരെ വലിയ രീതിയിൽ ആഡിങ് ടൈം ടു അവർ ലൈഫും ആഡിങ് ലൈഫ് ടു അവർ ടൈം എന്നുള്ള രീതിയിൽ എത്തിക്കാനായിട്ട് കഴിയുമെന്നുള്ള പരിഹാരം, നമ്മൾ ആ പരിഹാരത്തിന് ആവശ്യമുള്ള ഉൽപ്പന്നങ്ങൾ കാണിക്കുന്നു, അത് അവരുടെ മുമ്പിലേക്ക് വെച്ച് കാണിക്കുന്നു. അത് കഴിഞ്ഞ് അതിൽ തുളസിയെങ്കിലും അവർക്ക് എക്സ്പീരിയൻസ് ചെയ്യാനുള്ള അവസരം കൊടുക്കുന്നു. മറ്റു ഉൽപ്പന്നങ്ങളും കൂടി നമുക്ക് അവർക്ക് ടെസ്റ്റ് ചെയ്യാനും ടച്ച് ചെയ്യാനും ഫീൽ ചെയ്യാനും ടേസ്റ്റ് ചെയ്യാനും അവരുടെ പഞ്ചേന്ദ്രിയങ്ങൾക്ക് വിധേയമാക്കി കൊടുക്കുമ്പോൾ അവർക്കൊരു വലിയ ആശയവും കിട്ടുന്നു. അതോടൊപ്പം തന്നെ നമ്മൾ മുന്നോട്ട് വെക്കുന്ന ഒരു ആദർശം മനസ്സിലാകുന്നു, നമ്മുടെ കമ്മ്യൂണിറ്റിയുടെ മൂവ്മെന്റിന്റെ പർപ്പസ് മനസ്സിലാകുന്നു, അവർക്ക് ആ ഉൽപ്പന്നങ്ങളിൽ കോൺഫിഡൻസ് വരുന്നു. 1000 തവണ സംസാരിക്കുന്നതിനേക്കാൾ വലുതാണ് ഒരു തുള്ളി അവർക്ക് എക്സ്പീരിയൻസ് ചെയ്യിപ്പിക്കുന്നത്. അപ്പൊ ഇതെല്ലാം കൂടി ഒരു 5, 8, 10 മിനിറ്റിൽ നിങ്ങൾ സ്ഥിരമായി ചെയ്യുന്ന ഒരാൾക്ക് സാധിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. വളരെ ഇംപ്രസീവ് ആയിട്ടുള്ള ഒരു പ്രസന്റേഷൻ നിങ്ങൾക്ക് ഈ 2 ഷീറ്റ് വെച്ച് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ചെയ്തു തീർക്കാൻ കഴിയും എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഇതിന്റെ ഒപ്പം തന്നെ പറ്റുമെങ്കിൽ ദീപക് ചോപ്രയുടെ ഒരു വീഡിയോ, 3 മിനിറ്റുള്ള വീഡിയോ കൂടി ഒന്ന് കാണിക്കാൻ കഴിഞ്ഞാൽ അത് എന്താ പറയാ, കേക്കിന് മുകളിൽ പുഡിംഗ് എന്നുള്ള രീതിയിൽ, സ്വർണത്തിന് സുഗന്ധം എന്നുള്ള രീതിയിൽ അത് ഇമ്പാക്ട് ചെയ്യും. നമ്മുടെ കയ്യിലുള്ളതാണ് ഏജിങ് ഈസ് എ മിസ്റ്റേക്ക് എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ആണ് 3 മിനിറ്റുള്ള. ആ വീഡിയോ കൂടി കാണിച്ചു കഴിഞ്ഞാൽ ഈ ആശയത്തിനെ നമുക്ക് അരക്കിട്ട് ഉറപ്പിക്കുന്ന പോലെയാവും, ഫൗണ്ടേഷൻ അവിടെയാവും, ശക്തമായിട്ടുള്ള ഒരു ചോദനയായിട്ട് അത് മാറും, പ്രേരണയായിട്ട് മാറും, ഒരു ആഗ്രഹമായിട്ട് അവർക്ക് അത് മാറും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇതാണ് ആദ്യത്തെ ഷീറ്റ്. അപ്രകാരം 100 രൂപയെങ്കിലും ഒരു ദിവസം ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഇന്ന് നമുക്ക് ജീവിതത്തിൽ ചെയ്യാവുന്ന, എന്റെ ജീവിതത്തിൽ, എന്റെ വീട്ടുകാരുടെ ജീവിതത്തിലും ചെയ്യാവുന്ന ഏറ്റവും മികച്ച കാര്യമാണെന്ന ബോധ്യം വന്ന ഒരാളോട് നമ്മൾ ഇനി എങ്ങനെ സംസാരിക്കും ഇതിന്റെ പ്ലാനിനെ കുറിച്ച് എന്നുള്ളതാണ് ഇനി അടുത്ത ഷീറ്റ് വഴി പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇതിന്റെ ഈ അടുത്ത ഷീറ്റിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്, ഈ ഷീറ്റിന്റെ അടിസ്ഥാനം തന്നെ സർവേ ആണ്. അത് 1 മിനിറ്റിൽ താഴെയുള്ള സർവേ ആണ്. ഈ അടുത്ത ഷീറ്റിന്റെ അടിസ്ഥാനം ഈ ഷീറ്റ് ആണെന്ന് മനസ്സിലാക്കുക. അടുത്ത ഷീറ്റിലേക്ക് നമ്മൾ പോവാണ്. ഇതിനകത്ത് IMC ഓപ്പർച്യൂണിറ്റി ആണ് ഇതുമായിട്ട് കിടക്കുന്ന ഒരു അവസരമുണ്ട്. ആ അവസരം നമ്മൾ മനസ്സിലാക്കി കൊടുക്കുകയാണ്. ആ അവസരത്തില് ഞാൻ പർപ്പസ്ഫുൾ ആയിട്ട് ഇതിന്റെ ഒരു ബാലൻസിങ് എന്നുള്ള നിലയിൽ ഞാൻ ആ രണ്ടാമത്തെ പുറത്തേക്ക് പോവാണ്. ആദ്യം 100 രൂപ പെർ ഡേ എന്ന് പറയുന്നത് ഏറ്റവും മികച്ച ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണ് എന്റെ ജീവിതത്തിൽ നിന്ന് തിരിച്ചറിയുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം. അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്കും കുട്ടിക്കും കൂടെ ഒരു വർഷത്തേക്ക് ആവശ്യമുള്ള ഈ 100 രൂപ എന്ന് പറയുന്നത് 3 പേര് ചേർന്നിട്ടുള്ള ഒരു ഫാമിലി ഒരു ദിവസം 300 രൂപ ഇൻറ്റു 365 ഡേയ്സ് നോക്കുക എത്രയാണെന്ന്. അത് 1,80,000 ആ ഒരു എമൗണ്ടിലേക്ക് വരും. അത് ഒരുമിച്ച് അവർക്ക് വാങ്ങാൻ കഴിയുകയാണെങ്കിൽ, കാരണം പലപ്പോഴും ഔട്ട് ഓഫ് സ്റ്റോക്ക് വരാനുള്ള സാഹചര്യമുണ്ട്. അപ്പൊ ഇതൊക്കെ ഒഴിവാക്കിയിട്ട് ഒരു വർഷത്തേക്ക് ഒരുമിച്ച് എടുത്തു വെക്കുന്ന ഒരു സംഗതി ഉണ്ടെങ്കിൽ, അവർക്ക് അതിനുള്ള കഴിവുള്ള ആളാണെങ്കിൽ, ഇഫക്റ്റീവായിട്ട് അവർക്ക് വളരെ പെട്ടെന്ന് തന്നെ അതിന്റെ പകുതിയോളം തിരിച്ചു കിട്ടുന്ന ഒരു സാഹചര്യമുണ്ട് ഒരു മാസം കൊണ്ട്. അതെങ്ങനെയാണെന്നാണ് പറയാൻ പോകുന്നത്. ഒന്ന്, അങ്ങനെ എടുത്താൽ 2 കാര്യങ്ങൾ സൗജന്യമായി അദ്ദേഹത്തിന് ലഭിക്കും. അതിൽ ഒന്ന്, നമ്മുടെ IMCയുടെ പ്ലാൻ വഴിയുള്ള സൂപ്പർ സ്റ്റാർ റാങ്ക്. അത് മികച്ച ഒരു റാങ്കാണ്, 30% ലെവലിൽ എത്തുന്ന ഒരു റാങ്കാണ്. ആ റാങ്ക് ഫ്രീ ആയിട്ട് ലഭിക്കും ഒരുമിച്ച് എടുക്കുകയാണെങ്കിൽ. കാരണം അങ്ങനെയാണത്. 40,000 BV ഉണ്ടാവും. ആ 40,000 BV ഒരുമിച്ച് ഒരു മാസം കംപ്ലീറ്റ് ചെയ്താൽ അദ്ദേഹത്തിന് ലഭിക്കുന്ന ഒരു സൂപ്പർ സ്റ്റാർ റാങ്ക് ഉണ്ട്. ആ സൂപ്പർ സ്റ്റാർ റാങ്കിനൊപ്പം മറ്റ് ആനുകൂല്യങ്ങളും റിക്കഗ്നീഷനും ഗിഫ്റ്റും മറ്റുള്ള വില പിടിച്ച ഗിഫ്റ്റ് ഒക്കെ വേറെ ഉണ്ട് കേട്ടോ. ഞാൻ അതിലേക്ക് പോകുന്നില്ല. ഇത് അദ്ദേഹത്തിന് ഫ്രീ ആയിട്ട് ലഭിക്കും. അതിന്റെ പ്രയോജനം എന്താണെന്നുള്ളത് ഇതാണ്. എന്താണ്? താഴെ നിന്ന് മുകളിലേക്ക് ക്രമാനുഗതമായിട്ട് 0-ൽ നിന്നും 10-ലേക്കും 20-ലേക്കും 25-ലേക്കും കഴിഞ്ഞ് 30-ലേക്ക് വലിഞ്ഞു കയറി എത്തുന്നതിന് പകരം ഒറ്റയടിക്ക് മുകളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ളതാണ്. 30% ലെവലിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ളതാണ്. അതിന് ചെറുതായി കാണരുത്. കാരണം ആ 30% നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു 5 പേരെ സ്പോൺസർ ചെയ്യുകയാണെങ്കിൽ, മിനിമം 5 പേരെങ്കിലും സ്പോൺസർ ചെയ്യുമല്ലോ, കയ്യിലെ ഉൽപ്പന്നങ്ങളുണ്ട്, സ്പോൺസർ ചെയ്യുമ്പോൾ ആ വരുന്ന ആളുകളൊക്കെ സ്വാഭാവികമായിട്ടും 0% വരുന്നവരാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഗ്യാപ് കമ്മീഷൻ, നമ്മുടെ പേര് പെർഫോമൻസ് ബോണസ് എന്നാണ്, പക്ഷെ ആളുകൾക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ് ഞാൻ പറയുന്നത് ഗ്യാപ് കമ്മീഷൻ. ഈ 30-നും അവരുടെ ഇടയിലുള്ള ഗ്യാപ്പ് 30% ആണ്. അത് മുഴുവൻ കിട്ടും. സ്പോൺസർ കമ്മീഷൻ 30% ഉണ്ട്. സ്പോൺസർ ചെയ്യുന്നവർക്കൊക്കെ 30% കൊടുക്കുന്നുണ്ട് നമ്മുടെ കമ്പനി. അപ്പൊ ആ 30% കൂടി കിട്ടും. അതിന്റെ പേര് ഡയറക്ട് സെയിൽസ് ബോണസ് എന്നാണ് നമ്മുടെ കമ്പനിയുടെ ഭാഷ. അത് ഒരു 30,000 എത്തിക്കുകയാണെങ്കിൽ, അതായത് ഈ സ്പോൺസറിങ് വഴി ഒരു 30,000 BV-യിലേക്ക് എത്തിക്കാൻ സാധിക്കുന്ന ആളാണെങ്കിൽ 20% അഡീഷണൽ ഉണ്ട്. സോ 80% ഉണ്ട്. ചുരുക്കത്തിൽ ആ വ്യക്തി 1,00,000 രൂപയുടെ സാധനങ്ങൾ വാങ്ങാൻ 40,000 പേഴ്സണൽ BV ആണ്. നമ്മുടെ എല്ലാ വെൽനസ് ഉൽപ്പന്നങ്ങളും ഏതാണ്ട് 2.5 രൂപ, 2 രൂപ 40 പൈസ ആ റേഞ്ചിലാണ് നമുക്ക് ലഭ്യമാകുക. അപ്പോൾ ഒരു 40,000 പേഴ്സണൽ BV ഉണ്ടെങ്കിൽ 1,00,000 രൂപയുടെ ഉൽപ്പന്നങ്ങൾ കിട്ടും.
അത് ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ ഒരു കമ്മീഷൻ 12,000 rupees അദ്ദേഹത്തിന് കൊടുക്കും. കാരണം അദ്ദേഹം 30% ആയതുകൊണ്ട് 30% ഇൻറ്റു 40,000 BV എന്ന് പറഞ്ഞാൽ 12,000 ആണ്. അപ്പൊ തന്നെ ഇഫക്റ്റീവ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് അദ്ദേഹത്തിന് 88,000 മാത്രമേ വരുന്നുള്ളൂ. മനസ്സിലാക്കുക. ഇത് കൂടാതെ റിക്കഗ്നീഷൻ ഉണ്ട്, വാല്യബിൾ ഗിഫ്റ്റ് കമ്പനിയിൽ നിന്ന് വരുന്നുണ്ട്. ഇനി ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോലെ ഇതിപ്പോ 5 പേരെ സ്പോൺസർ ചെയ്താണ് ഈ കാണിച്ചിരിക്കുന്നത്. പക്ഷെ അതിന്റെ കൂടെ ഒരു 7 പേരും കൂടി ഉണ്ടെന്ന് വിചാരിക്കാം. 30 ദിവസം കൊണ്ട് നമുക്ക് അറിയാവുന്ന ആൾക്കാരോട് കാര്യം പറയുന്നു. പെർ ഡേ 100 രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന്റെ കാരണങ്ങൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തുകൊണ്ട് നമ്മൾ ആളുകളോട് സംസാരിച്ചാൽ അവർക്ക് 12 പേരെ, ബന്ധുക്കളാണെങ്കിലും സുഹൃത്തുക്കളാണെങ്കിലും അറിയാവുന്ന ആൾക്കാരാണെങ്കിലും, അവർക്ക് 12 പേരെ ഈ പറയുന്ന 2,500 കൊണ്ടുവരാൻ കഴിഞ്ഞാൽ 30,000 BV കംപ്ലീറ്റ് ചെയ്യും. അതിന്റെ 90% അദ്ദേഹത്തിന് കിട്ടുകയാണ്. 27,000. ആലോചിച്ച് നോക്കണം. അതായത് ഇവിടെ ഒരു 12,000 കിട്ടുന്നു. അത് കൂടാതെ പ്ലസ് ഒരു 27,000 കൂടി കിട്ടുമ്പോൾ 39,000 രൂപയുടെ ബെനിഫിറ്റ് ആയി കിട്ടുകയാണ്. ഇത് ഇയാൾക്ക് മാത്രം, ഇയാളുടെ സ്വന്തം പർച്ചേസ് കൊണ്ട് കിട്ടുന്നതാണ് ഈ 12,000 സ്വന്തം പേരിൽ വന്നതിന്. ഈ ബാക്കി 12 പേരെ സ്പോൺസർ ചെയ്ത് അവരുടെ പ്രൊഡക്ട്സ് അവർക്ക് അപ്പൊ തന്നെ പ്രൊഡക്ട്സ് കൊടുക്കുക. അതിനുശേഷം ആ പ്രൊഡക്ട്സ് കൊണ്ടുവരേണ്ടത്, അതായത് അവർ ഓൺലൈനിൽ ഓർഡർ ചെയ്ത് ആ പ്രൊഡക്ട്സ് നേരെ സ്റ്റോക്ക് പോയിന്റിലേക്ക് തന്നെ അഡ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ റീഡയറക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് വന്ന് നമ്മുടെ സ്റ്റോക്ക് പോയിന്റിൽ വീഴും. ഇത് സർക്കുലേഷന് വേണ്ടി ഉപയോഗിക്കാമെന്നാണ് ഞാൻ ഈ പറഞ്ഞതിന്റെ അർത്ഥം. ചുരുക്കത്തിൽ ഇഫക്റ്റീവ് ആയിട്ട് നോക്കൂ, ഈ 12,000, 27,000, 39,000 രൂപ തിരിച്ചു വന്നു കഴിഞ്ഞു അല്ലെ, ഒരു 12 ജോയിനിങ് ഉണ്ട്. അത് കാരണം മുകളിൽ നിന്ന് തുടങ്ങിയത് കൊണ്ടാണ്. ഇത് കൂടാതെ ഈ പറയുന്ന, ഇപ്പൊ നിങ്ങൾക്ക് കാണാൻ 80 കാണുള്ളൂ, ബാക്കി 10 എവിടെ നിന്ന് ചോദിക്കും. ഈ 10 എന്ന് പറയുന്നത് അദ്ദേഹത്തിന് ഓൾറെഡി ഒരു സ്റ്റോക്ക് പോയിന്റിന്റെ എല്ലാ ബെനിഫിറ്റ്സും കൊടുക്കുകയാണ് കമ്പനി. 10% സ്റ്റോക്കിസ് ബെനിഫിറ്റും കൂടി കൊടുക്കുകയാണ്. അതിന് പ്രത്യേകിച്ച് സെക്യൂരിറ്റി ഡെപ്പോസിറ്റോ മറ്റ് ഡെപ്പോസിറ്റുകളോ ഒന്നും ഇല്ല എന്നുള്ളത് വളരെ ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ്. അപ്പൊ സ്വന്തം ബിസിനസ് അൺലിമിറ്റഡ് ഓപ്പർച്യൂണിറ്റി ആക്കി മാറ്റാനും പെർമനന്റ് ഒരു ഇൻകം സ്ഥിരമായിട്ട് കിട്ടുന്ന ഒരു സാഹചര്യം, സ്ഥിരമായി വാങ്ങുന്ന ആളുകളുടെ ഒരു കൂട്ടായ്മ ആ ഏരിയയിൽ ഉണ്ടാക്കിയെടുക്കാനും അതിന്റെ എക്സ്ക്ലൂസിവിറ്റിയും അദ്ദേഹത്തിന് കിട്ടുന്നു എന്നുള്ളതാണ്. എക്സ്ക്ലൂസിവിറ്റി എന്ന് പറയുമ്പോൾ ആ ഏരിയ, ഒരു ചെറിയ ഏരിയ മുഴുവൻ കിട്ടാനാണെങ്കിൽ ഈ പറയുന്ന 50,000 രൂപ ഇൻവെസ്റ്റ്മെന്റിൽ പോലും കിട്ടും. പക്ഷെ ഈ ഒരു കാര്യത്തിന് 1 ലാഖിന്റെ ആവശ്യമുള്ളത് കൊണ്ടാണ് ഞാൻ 1 ലാഖ് ഇട്ടത്. ഒരു സ്റ്റോക്ക് പോയിന്റ് കിട്ടാൻ 50,000 ആണെങ്കിലും ലഭ്യമാണ്. 2 ലാഖ് എങ്കിലും ഉണ്ട് കയ്യിലെങ്കിൽ ഏറ്റവും അനുകൂലമായിട്ടുള്ള പരിസ്ഥിതി ഇതാണ്. 15% കൊടുക്കും. 5 ലാഖ് ആൻഡ് 10 ലാഖ് എന്ന് പറയുന്നത് കമ്പനിയുടെ തന്നെ MAK ആണ്. കമ്പനിയുടെ തന്നെ ഒരു ഡോർ എന്നുള്ള നിലയിലാണ് കൈകാര്യം ചെയ്യപ്പെടുന്നത്. അതിന് സ്പെസിഫിക്കേഷൻസ് ഉണ്ട്. ഈ രണ്ട് കാര്യങ്ങൾക്കും സ്പെസിഫിക്കേഷൻ ഇല്ല. ഇതിന് സ്ഥലത്തിന്റെ സ്പെസിഫിക്കേഷനും മറ്റുള്ള കാര്യങ്ങളും ഉണ്ട്. 10 ലക്ഷം ഒരു ജില്ലയിൽ ഒരാൾക്ക് മാത്രം കൊടുക്കുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പൊ ജില്ലയിൽ ഒരാൾക്ക് മാത്രം, അത് ആ ജില്ലയുടെ ഹെഡ് ക്വാർട്ടറിൽ മാത്രം കൊടുക്കുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഈ കാണിക്കുന്നത്. അപ്പൊ പക്ഷെ ഇത് മനസ്സിലാക്കേണ്ടത്, ഒരാൾ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരാൾക്ക് വളരെ പെട്ടെന്ന് തന്നെ ഉയർന്ന പൊസിഷനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു അവസരം കിട്ടുകയാണ് ചെയ്യുന്നത്. ഒരു 10,000 രൂപ കയ്യിലുള്ള ഒരാള്, അയാളുടെ കയ്യിൽ ഒരു 90,000 കൂടി ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് കിട്ടുന്ന ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത് വളരെ വളരെ കൂടുതലാണ്. ഇതാണ് മനസ്സിലാക്കേണ്ടത്. പിന്നെ ഇതിന്റെ ഒരു മാർക്കറ്റിംഗ് പ്ലാനിന്റെ ഒരു നട്ഷൽ എന്താണ് എന്ന് മനസ്സിലാക്കി കൊടുക്കാനായിട്ട് നമ്മൾ ഇതാണ് അതിന്റെ ഒരു പ്ലാനിന്റെ നട്ഷൽ. ആദ്യം തന്നെ ഇവിടെ കൊടുത്തിരിക്കുന്നത് എന്തെല്ലാം ഇൻകം ഉണ്ട് എന്നുള്ളതാണ്. ഇതിലെ ഇപ്പൊ IMC ബിസിനസ് വഴി ഏതൊക്കെ തരത്തിൽ വരുമാനമുണ്ട് എന്നുള്ളതിന്റെ കൃത്യമായിട്ടുള്ള കാണിക്കലാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. റീറ്റെയിൽ പ്രോഫിറ്റ് ആയിട്ട് 30%, അതുപോലെ സ്പോൺസർ ചെയ്യുന്നതിന് 30%, അതൊരു പർട്ടിക്കുലർ ലെവലിൽ നമ്മൾ ആ ടീമിന്റെ ക്യാപ്റ്റൻ ആണെങ്കിൽ അല്ലെങ്കിൽ സൂപ്പർ സ്റ്റാർ റാങ്കിങ്ങിലും ഉണ്ടെങ്കിൽ 20% വേറെ കിട്ടുന്നു. കൂടാതെ അക്യുമുലേറ്റീവ് പെർഫോമൻസ് ഇൻകം എന്ന് പറയുന്നത് കാണിച്ചിട്ടുണ്ട്. അത് എന്താണ് ഈ 30% വരെ അക്യുമുലേറ്റീവ് പെർഫോമൻസ് ബോൺസ് എന്ന് എഴുതിയിരിക്കുന്നത് ഇവിടെ കൃത്യമായിട്ട് കാണിച്ചിട്ടുണ്ട്. ഈ ഗ്രാഫ് നോക്കിയാൽ അറിയാം. ഒരാൾ കടന്നു വരുന്നത് 0 to 2,500 BV വരെ 0% 2,501 മുതൽ അദ്ദേഹം 10% മാറും. അത് 7,500 കൂട്ടിച്ചേർത്ത് 10,000 ആകുമ്പോൾ അയാൾ 20% പിന്നെ ഒരു 30,000 കൂട്ടിച്ചേർക്കുമ്പോൾ 25 പിന്നെ ഒരു 30,000 കൂട്ടിച്ചേർക്കുമ്പോൾ 30%. ഇങ്ങനെ അക്യുമുലേഷൻ പ്ലാൻ ആണ്. നോ നീഡ് ടു സ്റ്റാർട്ട് എവറി മന്ത് ഫ്രം സീറോ. സീറോയിൽ നിന്ന് എല്ലാ മാസവും തുടങ്ങേണ്ടി വരുന്നില്ല എന്നുള്ളത് വലിയൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ആളുകളെ ബേസിക്കലി പ്രചോദിപ്പിച്ച് അക്യുമുലേറ്റ് ചെയ്ത് ഇവിടം വരെ എത്തിക്കുക എന്ന് പറയുന്നത് എളുപ്പമാണ് മറ്റുള്ള കമ്പനികളെ അപേക്ഷിച്ച്. മറ്റു കമ്പനികളിലൊക്കെ 0-ലേക്ക് വരും എല്ലാ മാസവും നമ്മൾ നാറാണത്തുപ്രാന്തന്റെ പോലെ ഉരുട്ടിക്കയറ്റി പിന്നെ താഴേക്ക് വന്ന് 0-ൽ നിന്ന് തന്നെ പിന്നെ തുടങ്ങേണ്ട ഒരു അവസ്ഥയാണുള്ളത്. ഇത് അങ്ങനെയല്ല. അതുകൊണ്ട് വളരെ എളുപ്പത്തിൽ തന്നെ വരുന്നവരെ പ്രചോദിപ്പിക്കാനും 30%-ലേക്ക് എത്തിക്കാനും, ആ 30-ൽ എത്തിയ ആളുകൾക്ക് ഒരു സ്പോൺസറിംഗ് നടത്തിയാൽ പോലും അവന് 30% സ്പോൺസറിംഗ് ഇൻകവും 20% അവനൊരു മിനിമം ടാർഗറ്റ് കംപ്ലീറ്റ് ചെയ്ത് അതും ഒക്കെ കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടെന്ന് പറയുമ്പോൾ വലിയൊരു കാര്യം തന്നെയാണ്. ഗ്യാപ് കമ്മീഷൻ 30%, സ്പോൺസറിംഗിന് 30% എന്ന് പറയുമ്പോൾ ഒരു ടാർഗറ്റും ഇല്ലെങ്കിൽ ഒരാളെ മാത്രം സ്പോൺസർ ചെയ്തിട്ടില്ലെങ്കിൽ പോലും ഇവിടെ ഇരിക്കുന്ന ഒരാള്, നിങ്ങൾ ആലോചിക്കുക, ഇവിടെ എത്തിച്ചേർന്ന ഒരാൾ എത്തിച്ചേരാന്ന് പറഞ്ഞാൽ അവനവൻ വാങ്ങിയതും അവന്റെ ടീമിൽ വാങ്ങിയതും നാളെ ഇന്ന് അവർ വാങ്ങിയത് എല്ലാം കൂട്ടിച്ചേർത്ത് എത്തിയാൽ മതി. ആ എത്തിയ സ്ഥലത്ത് ഒരാളെ സ്പോൺസർ ചെയ്യുമ്പോൾ സ്പോൺസറിംഗ് 30%, ഗ്യാപ് കമ്മീഷൻ 30 കൂടി കയറുമ്പോൾ 60% കിട്ടി തുടങ്ങുക എന്ന് പറയുമ്പോൾ
ഒരാൾക്ക് ഒരു ജോലിയേക്കാൾ കൂടുതൽ നല്ല രീതിയിൽ തുടങ്ങാൻ കഴിയുന്ന ഒരു സാഹചര്യം ഇവിടെ നിലവിലുണ്ട്. ഈ പ്ലാൻ അതുകൊണ്ടാണ് ഇത് ലോകോത്തരമായി മാറുന്നത്. അതുകൊണ്ടാണ് ഇതിന് 30% വരെ ഒരു പേഴ്സണൽ ലെവലിൽ അക്യുമുലേഷൻ കിട്ടുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. അങ്ങനെ ഒരാളെ സൃഷ്ടിച്ചാൽ ഉടനെ തന്നെ നിങ്ങളുടെ 33%കാരനായി. രണ്ടാമത്തെ ഒരാളെ സൃഷ്ടിച്ചാൽ 36, മൂന്നാമത്തെ ഒരാളെ സൃഷ്ടിച്ചാൽ 39, നാലാമത്തെ ആളെ സൃഷ്ടിച്ചാൽ 42, അഞ്ചാമത്തെ ഒരാളെ അങ്ങനെ സൃഷ്ടിക്കുകയാണെങ്കിൽ 45. ഈ സൃഷ്ടിക്കൽ വളരെ എളുപ്പവുമാണെന്ന് മനസ്സിലാക്കുക. താല്പര്യമുള്ള ഒരാളുണ്ടെങ്കിൽ പോലും ഒരു ലെഗില് ഒരു സൂപ്പർ സ്റ്റാർ ഒരു ലെഗാക്കി മാറ്റാൻ ഒരു വിഷമവും ഇല്ലാത്ത ഒരു പ്ലാനിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെ ഈ 5 ലെഗുകളിൽ സൂപ്പർ സ്റ്റാറിനെ ഉണ്ടാക്കുന്നത് വഴി നമ്മൾ 45%കാരനാവുകയും നല്ല രീതിയിലുള്ള വരുമാനം ഉണ്ടാവുകയും ചെയ്യുകയാണ്. ഇതോടൊപ്പം തന്നെ ഈ കമ്പനിയിൽ ലെവൽസ് ഓഫ് അച്ചീവ്മെന്റ് 10ൽ തുടങ്ങി 10, 20, 25, 30, 33, 36, 39, 42, 45, 45, 46, 46, 47, 47, 47 ഇങ്ങനെ ഇത്രയും റാങ്കുകൾ ഒറ്റയടിക്ക് തന്നെ അവർക്ക് കാണാനായിട്ട് കഴിയുന്നു. കൂടാതെ 1 ലക്ഷം രൂപ ഒരാൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ എത്തിച്ചേരാവുന്ന ഏറ്റവും കുറച്ച് വോളിയം ഉണ്ട്. നിങ്ങൾ നോക്കാം, ഓരോ ലെഗിലും നേരത്തെ ഞാൻ 30,000 പറഞ്ഞിട്ടുള്ളൂ. ഇവിടെ ഇപ്പൊ 50,000 ഉള്ള 5 ലെഗുകൾ സൃഷ്ടിക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ 5 ലെഗുകളിൽ 50,000 വരുമ്പോൾ വെറും 2.5 ലക്ഷം BVA ഉള്ളൂ. നമ്മുടെ റാങ്ക് അംബാസഡർ 45.5 എന്ന് പറയുന്ന ഒരു ശതമാനത്തിലേക്ക് വരും. കൂടാതെ ഈ സ്ട്രക്ചറിൽ ഇത്രയും ഇൻകം ഒളിഞ്ഞു കിടക്കുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഈ ഒരു സ്ട്രക്ചറിൽ ഒരാൾ അംബാസഡർ ആവുമ്പോൾ തന്നെ അംബാസഡർ ഫണ്ട് മാത്രമല്ല, ചെയർമാൻ ഫണ്ട്, ഹൗസ് ഫണ്ട്, കാർ ഫണ്ട്, ബൈക്ക് ഫണ്ട്, ട്രാവലിംഗ് ഫണ്ട് കിട്ടും. കൂടാതെ പെർഫോമൻസ് ഇൻസെന്റീവ്, ഗ്യാപ് കമ്മീഷൻ കിട്ടുന്നുണ്ടാവും, പല ലെഗുകളിൽ നിന്നും കിട്ടുന്നുണ്ടാവും. ലീഡർഷിപ്പ് ബോണസ്, ഈ ലെഗുകളിൽ ഇപ്പൊ താഴെയുള്ള ആളുടെ താഴെ മാത്രമല്ല, നമ്മൾ താഴെ ആളുകളെ സ്പോൺസർ ചെയ്തിട്ടുണ്ടെങ്കിൽ എത്ര പേരെ ഏറ്റവും അടിയിൽ കൊണ്ട് സ്പോൺസർ ചെയ്താൽ പോലും അവരിൽ നിന്നുള്ള പെർഫോമൻസ് ഇൻസെന്റീവ് നമുക്ക് മാത്രം ഉള്ളതാണെന്നുള്ളത് കൊണ്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ ഈ ആളുകളെ ഒക്കെ സഹായിക്കാനും കഴിയും. എന്നാൽ പെർഫോമൻസ് ഇൻസെന്റീവ് നമുക്ക് മാത്രം ലഭിക്കുകയും ചെയ്യും. ഇങ്ങനെ അപൂർവങ്ങളായിട്ടുള്ള ചില കമ്പനികളിൽ മാത്രമേ ഇത്തരത്തിലുള്ള അഡ്വാൻറ്റേജ് ഉള്ളൂ. അപ്പൊ നമുക്ക് ഏത് ഡെപ്തിൽ ആളുകളെ കണക്ട് ചെയ്തുകൊണ്ടും നമ്മുടെ ടീം അംഗങ്ങളെ സഹായിക്കാം. ഈ പെർഫോമൻസ് ഇൻസെന്റീവ് നിങ്ങൾക്ക് മാത്രം ഉള്ളതാണ്. ബാക്കി എന്താ വരും? ലീഡർഷിപ്പ് ബോണസും സീനിയർ ലീഡർഷിപ്പ് ബോണസും ഒക്കെ 45,000 കടന്നാൽ തന്നെ നിങ്ങൾക്ക് സീനിയർ ലീഡർഷിപ്പ് ബോണസ് ആ ലെഗുകളിൽ നിന്ന് കിട്ടും. 50,000 കടന്നാൽ റോയൽ ആനുവൽ ബോണസ് കിട്ടും. ചുരുക്കത്തിൽ ഈ ഒരു കൊച്ചു സ്ട്രക്ചറിൽ പോലും ഈ പറയുന്ന 10 വരുമാനവും കിട്ടുന്നത് കൊണ്ടാണ് ഇവിടെ 1 ലക്ഷം എന്ന് പറയുന്ന ഒരു എമൗണ്ടിലേക്ക് നിങ്ങൾ എത്താൻ സാധിക്കുന്നത്. ഇത് ആളുകളോട് വളരെ ഫലപ്രദമായിട്ട് വളരെ പെട്ടെന്ന് തന്നെ ഈ പ്ലാനിന്റെ സുഖ സൗകര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയും, വളരെ സിമ്പിൾ ആയിട്ടുള്ള പ്ലാൻ, പക്ഷെ എത്ര ഡെപ്ത് ഉണ്ടെന്ന് ആലോചിച്ച് നോക്കൂ. ഇവിടെ മെഗാ ആയുർവേദ കേന്ദ്രക്ക് 27% വരെ BVK കൊടുക്കുന്നുണ്ട്. മറ്റു പല കമ്പനികളിലും ഇത്രയധികം വരുമാനം സ്റ്റോക്കിസ്റ്റിന് കൊടുക്കുന്നില്ല. പെർഫോമൻസ് ഇൻസെന്റീവ് അപ് ടു 17%, ഈ പറയുന്ന 30 എന്നുള്ള ഗ്യാപ് കമ്മീഷൻ 17 പിന്നെയും വരുന്നു. സീനിയർ ലീഡർഷിപ്പ് ബോണസ്, റോയൽ ആനുവൽ ബോണസ്, ഇങ്ങനെ വളരെ മികച്ച രീതിയിൽ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിലേക്ക് വളരെയധികം വരുമാനം കൊടുക്കുന്ന ഒരു ഓർഗനൈസേഷനാണ് IMC. വളരെ എളുപ്പത്തിൽ സൗജന്യമായി കടന്നു വരാനും ആ കടന്നു വന്നതിന് ശേഷമുള്ള ആ യാത്ര വളരെ എളുപ്പത്തിൽ തന്നെ, ഈ പറയുന്ന കടന്നു വരുന്ന യാത്ര വളരെ സിമ്പിൾ ആയിട്ട് 2,500 എത്ര പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യണം, അക്യുമുലേഷൻ ആണല്ലോ, കംപ്ലീറ്റ് ചെയ്ത അന്ന് മുതൽ ഇദ്ദേഹത്തിന് ഈ പറയുന്ന വരുമാനം കിട്ടുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഈ പറയുന്ന ഒക്കെ സ്വന്തം സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ ഈ പറയുന്ന ലെവലിലുള്ള BVയുടെ അത്രയും പെർസെന്റേജ് സബ്സിഡി പോലെ അക്കൗണ്ടിലേക്ക് വരുന്നു. കൂടാതെ മറ്റുള്ളവരെ സ്പോൺസർ ചെയ്യുന്നതിന് വലിയ വരുമാനം കിട്ടുന്നു. എല്ലാ 3 മാസം കൂടുന്തോറും ആളുകൾക്ക് ജോയിൻ ചെയ്ത് സാധനങ്ങൾ വാങ്ങുന്ന ആളുകൾക്ക് ഫ്രീ ഉൽപ്പന്നങ്ങൾ കിട്ടുന്നു. 6 മാസം കഴിയുമ്പോൾ അതിനേക്കാൾ കൂടുതൽ ഉൽപ്പന്നങ്ങൾ കിട്ടുന്നു. അപ്പൊ വളരെയധികം പ്രചോദിതനായിട്ട് ഒരു കസ്റ്റമറിന് നിലനിൽക്കാനുള്ള സാഹചര്യം ഫൗണ്ടേഷനിൽ തന്നെ ഉണ്ടാക്കുന്നു. പ്രവർത്തകർക്ക് കൈ നിറച്ച് വരുമാനം കിട്ടുന്നു. ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്ന ആളുകൾക്ക് വളരെ ആത്മവിശ്വാസത്തോടുകൂടി പിന്നെയും ഉപയോഗിക്കാൻ തോന്നുന്നു, കാരണം മിതമായ വിലയാണുള്ളത്. ഇതൊക്കെയാണ് ഈ ഒരു 2 ഷീറ്റിന്റെയും എക്സ്പ്ലനേഷൻ ആയിട്ട് എനിക്ക് നിങ്ങളുമായിട്ട് പങ്കുവെക്കാനുള്ളത്. അപ്പം പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാല്, ഈ 2 ഷീറ്റുകളെ പ്രോപ്പറായിട്ട് സമയം കിട്ടുകയാണെങ്കിൽ സമയം എടുത്ത് നമ്മൾ സംസാരിക്കാം. നിങ്ങൾക്ക് ആ 2 ഷീറ്റുകളെ, അതായത് ഇപ്പൊ ബ്രൂസ്ലിയൊക്കെ പഠിപ്പിക്കില്ലേ, 1000 കിക്ക് പഠിച്ച ആളെയല്ല എനിക്ക് പേടി, ഒരു കിക്ക് 1000 തവണ ചെയ്ത ആളെയാണ് എനിക്ക് പേടി എന്ന് പറയും. അതാണ് സത്യവും. ആയിരക്കണക്കിന് ഉൽപ്പന്നങ്ങളും അതിന്റെ 10,000 ഇൻഗ്രീഡിയൻസും തപ്പി നടക്കാതെ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു ആശയം, അത് ന്യൂട്രീഷണൽ വാല്യൂ, ആ ന്യൂട്രീഷണൽ ഗ്യാപ്പിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്, ന്യൂട്രീഷണൽ ഗ്യാപ്പ് ഫില്ല് ചെയ്യുന്നതിന്റെ ക്രിട്ടിക്കാലിറ്റി എന്താണ്, അത് വെറും ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമല്ല, അതാണ് ഏറ്റവും ക്രിട്ടിക്കൽ, ഒരാളുടെ ജീവിതത്തിൽ ആദ്യം ചെയ്യേണ്ടത് അതാണ് എന്ന് മനസ്സിലാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറഞ്ഞ് നമ്മൾ എടുക്കാറുണ്ട് അല്ലെ. ഹെൽത്ത് ഇൻഷുറൻസ് എന്താണ്? ഹെൽത്ത് ഇൻഷുറൻസ് എങ്ങാനും ആശുപത്രി പോയാൽ കൂടുതൽ പണം ആയി കഴിഞ്ഞാൽ നമ്മളെ സഹായിക്കാൻ വേണ്ടിയാണ് ഹെൽത്ത് ഇൻഷുറൻസ്, അതിന്റെ ഹെൽത്ത് ഉണ്ടാക്കാനല്ല. ലൈഫ് ഇൻഷുറൻസിനെ പറ്റി നമ്മൾ സംസാരിക്കാറുണ്ട്, പേര് ലൈഫ് ഇൻഷുറൻസ് എന്നാണ്, പക്ഷെ എന്താണ് ലൈഫ് ഇൻഷുറൻസ് സംഭവിക്കുന്നത്?
ലൈഫൊന്നും അവിടെ ഇൻഷുർ അല്ല. ഒരാൾ മരിച്ചു പോയാൽ ആ മരിച്ചുപോയ ആളുടെ സാമ്പത്തികമായിട്ടുള്ള നഷ്ടം ലഘൂകരിക്കാൻ ആവശ്യമായിട്ട് ഉള്ള ഒരു സാമ്പത്തിക അറേഞ്ച്മെന്റിനെയാണ് നമ്മൾ ലൈഫ് ഇൻഷുറൻസ് എന്ന് വിളിക്കുന്നത്. ഹെൽത്ത് ഇൻഷുറൻസ് അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു എന്താ പറയാ ഹെൽത്ത് സെന്ററുകൾ, അത് പറയുമ്പോൾ ഹെൽത്ത് സെന്റർ ആണ്, പക്ഷെ ഹെൽത്ത് അല്ല അവിടെ അഡ്രസ് ചെയ്യപ്പെടുന്നത്. അവിടെ ആരോഗ്യക്കുറവും അവിടെ രോഗങ്ങളുമാണ് അവിടെ കെയർ ചെയ്യപ്പെടുന്നത്. ഹെൽത്ത് കെയർ അല്ല അവിടെ നടക്കുന്നത്, അവിടെ ഡിസീസ് കെയർ ആണ് നടക്കുന്നത്. അപ്പോൾ ഈ വാക്കുകളിൽപ്പെട്ട് ഉഴറാതെ ശരിയായിട്ടുള്ള രീതിയിലുള്ള ഹെൽത്ത് കെയറും ശരിയായിട്ടുള്ള രീതിയിലുള്ള ഹെൽത്ത് ഇൻഷുറൻസും ലൈഫ് ഇൻഷുറൻസും ഇതാണ് എന്ന് മനസ്സിലാക്കിയിട്ട് അയാളുടെ ജീവിതത്തിൽ അയാൾക്ക് കൊടുക്കാവുന്ന ഏറ്റവും മികച്ച 100 രൂപ, അയാളുടെ ജീവിതത്തിൽ അയാൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഏറ്റവും മികച്ച 100 രൂപയാണ് ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യപ്പെടുന്നതെന്ന് മനസ്സിലാക്കുകയും ഒരു മാസം കൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ മുഖത്തിന് മാറ്റം വരും. ഒരു മാസത്തിനുള്ളിൽ തന്നെ അദ്ദേഹത്തിന്റെ ബോഡി സിസ്റ്റത്തിന്റെ എനർജി ലെവൽ മാറുന്നത് അദ്ദേഹത്തിന് മനസ്സിലാവും. ആലോചിച്ച് നോക്കുക, വെറുതെ അല്ല 2 ലക്ഷം കോടി ടേൺ ഓവർ ഉള്ള ഒരു ഇൻഡസ്ട്രി ആയിട്ട് വെൽനസ് ഇൻഡസ്ട്രി മാറിയത്. ബുദ്ധിയുള്ള ആളുകളെല്ലാം അവർ പ്രിവെന്റീവ് മെഡിസിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അത് ഇന്നത്തെ ട്രെൻഡ് അതാണ്. അപ്പൊ അത് ആളുകളോട് സംസാരിക്കുകയും ആളുകളിലേക്ക് ഫലപ്രദമായ രീതിയിൽ ഈ ആശയം പങ്കുവെക്കുകയും ഒക്കെ ചെയ്താൽ വളരെ വലിയ രീതിയിൽ നിങ്ങൾ ചിന്തിക്കുന്നതിനേക്കാളും അപ്പുറത്തെ രീതിയിൽ നിങ്ങൾക്ക് ആളുകളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാനും ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ അവരെ ആ പ്രൊഡക്റ്റ് എക്സ്പീരിയൻസ് ചെയ്യിപ്പിക്കാനും ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ സൗജന്യമായിട്ട് ജോയിൻ ചെയ്യിപ്പിച്ചിട്ട് വില കുറവിന് ഉൽപ്പന്നങ്ങൾ വാങ്ങി സ്റ്റാർട്ട് ചെയ്യാനും അവരെ കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്ത് അവരുടെ ശീലങ്ങളിലേക്ക് അത് വന്നില്ല എന്ന് ഉറപ്പാക്കാനും നമ്മുടെ തന്നെ കമ്മ്യൂണിറ്റിയുടെ ഭാഗമായിട്ട് ഒരു കസ്റ്റമറെ കൂടെ കെയർ ചെയ്യുകയും ഈ മാർക്കറ്റിംഗ് പ്ലാൻ എന്ന് പറയുന്നത് വെറും പ്രവർത്തകരിൽ മാത്രം ഒതുങ്ങുന്നില്ലെന്നും ആ മാർക്കറ്റിംഗ് പ്ലാൻ കസ്റ്റമറെ കൂടി സ്പർശിക്കുന്നുണ്ടെന്നും അവർക്കും കൂടി അതൊരു തണലായി മാറുന്നുണ്ടെന്നുള്ള വ്യക്തമായ ധാരണ. ഈ അക്യുമുലേഷൻ പ്ലാൻ ഒരു കസ്റ്റമറെയാണ് സഹായിക്കുന്നത്. അദ്ദേഹം സാധനങ്ങൾ ഉപയോഗിക്കുന്ന സാധനങ്ങൾ കൂടിക്കൊണ്ടിരിക്കുമ്പോൾ 3 മാസം കൂടുമ്പോൾ അയാൾക്ക് ഫ്രീ ഗിഫ്റ്റ്സ് കിട്ടുന്നു. കൂടാതെ ആ പെർസെന്റേജ് കയറി അവർ ഉപയോഗിക്കുന്ന ഉൽപ്പന്നങ്ങളുടെ സബ്സിഡി എമൗണ്ട് കൂടുകയാണ്. ഇത് എവിടെന്നാ വരുന്നത്? മാർക്കറ്റിംഗ് പ്ലാനിൽ നിന്നാണ് വരുന്നത്. അപ്പൊ അതൊക്കെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി നമ്മുടെ കൂടെ ഒരു കുടുംബത്തിന്റെ ഭാഗമായി മാറ്റുക എന്നുള്ളതാണ്. ഒരു സ്റ്റോക്ക് പോയിന്റ് എടുക്കുമ്പോഴും അതിന്റെ എസൻസ് എന്ന് പറയുന്നത് എന്താണ്? അവർ ഒരു വർഷത്തേക്കുള്ള ഉൽപ്പന്നങ്ങൾ ഒരുമിച്ചെടുത്ത് വെച്ചു എന്ന് മാത്രം അതിന് സർക്കുലേഷനിലേക്ക് വിടുന്ന ഒരു സാഹചര്യമാണ് മനസ്സിലാക്കി കൊടുക്കേണ്ടതെങ്കിൽ ആർക്കും ഒരു നഷ്ടബോധം ഉണ്ടാകുന്നില്ല. ഇല്ലാത്ത പണം ആരെയും ഉണ്ടാക്കി കൊണ്ടുവരരുത്. മാല പണയം വെച്ചും പണം പണയം വെച്ചും പേഴ്സണൽ ലോൺ എടുത്തും ബാങ്ക് ലോൺ എടുത്തും അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇവിടെ ചെയ്യരുത്. എക്സസ് ആയിട്ടുള്ള 1 ലക്ഷം രൂപ അവരുടെ അക്കൗണ്ടിൽ ഉണ്ടെങ്കിൽ അത് 2000 രൂപ നിങ്ങൾക്ക് ബെനിഫിറ്റ്സ് ബാങ്കിൽ നിന്ന് കിട്ടുന്ന റേറ്റിന് എന്താ കിട്ടാൻ പോകുന്നത്? 1 ലക്ഷം രൂപ ബാങ്കിൽ SBയിലോ FDയിലോ കിടന്നിട്ട് എന്താ കാര്യം? അതിന് ഇവിടേക്ക് നമ്മൾ മാറ്റുകയാണ്, ഇത് ബിസിനസ് സിസ്റ്റത്തിലേക്ക് മാറ്റുകയാണ്. ഒരാളെ സ്പോൺസർ ചെയ്താൽ പോലും 60% കിട്ടുകയാണ്. ഒരാളെ 2500 BV ഒരാൾക്ക് കൊടുത്താൽ പോലും ആ തുകയ്ക്ക് നമ്മളെ ബാങ്കിൽ ഇരിക്കുന്നതിനേക്കാൾ കൂടുതൽ റിട്ടേൺസ് ഇവിടെ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കി കൊടുക്കുകയും അവരെ നമ്മുടെ കുടുംബത്തിന്റെ ഭാഗമായിട്ട് മാറ്റുകയും ചെയ്യാണ് വേണ്ടത്. അതാണ് അതിന്റെ ശരിയായ മെത്തേഡ്. IMCയെ സംബന്ധിച്ചിടത്തോളം IMC എന്ന് പറയുന്ന ഒരു കമ്പനിയെ ഡിസെല് ചെയ്യേണ്ട യാതൊരു ആവശ്യമില്ല. കാരണം ധാരാളം പണം പ്രവർത്തകർക്ക് കിട്ടുന്നുണ്ട്, നല്ല രീതിയിൽ തന്നെ പ്രവർത്തിച്ചവർ കിട്ടുന്നുണ്ട്, നല്ല രീതിയിലുള്ള റിസൾട്ടുകളുണ്ട്. കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി ഈ ടൂൾസ് എടുത്ത് പഠിക്കുകയും പഠിപ്പിക്കാനും, രണ്ടും പഠിപ്പിക്കാൻ സഹായിക്കണം, പ്രവർത്തനത്തിന് സഹായിക്കണം. ഈ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ കഴിഞ്ഞാൽ അത്ഭുതകരമായ രീതിയിൽ ഒരു സാമ്പത്തിക വിപ്ലവം തന്നെ അല്ലെങ്കിൽ ആരോഗ്യ വിപ്ലവം തന്നെ ഈ ഒരു IMC വഴി രണ്ടും നടക്കും. ആരോഗ്യ വിപ്ലവവും സാമ്പത്തിക വിപ്ലവവും. കാരണം അഫോർഡബിൾ ആയുർവേദ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 2 വാക്കുകളാണ്. അഫോർഡബിൾ ആയുർവേദം. കാരണം പലപ്പോഴും ആയുർവേദമാണ് ഏറ്റവും കോസ്റ്റ്ലി ആയിട്ട് മാറുക. ഏതെങ്കിലും ഒരാൾ ഒരു വൈദ്യശാല ചെന്നാൽ ചിലപ്പോൾ ഒരു ദിവസം 2 പേരെ അന്ന് ഉണ്ടാവുള്ളൂ. അത് ആ വൈദ്യശാല നടത്തിക്കൊണ്ട് പോകണമെങ്കിൽ പൈസ ആവശ്യമുള്ളതുകൊണ്ട് ചിലപ്പോൾ കൂടുതൽ എമൗണ്ടിന് ഉൽപ്പന്നങ്ങൾ എടുപ്പിക്കുന്ന പ്രവണതയൊക്കെ നമ്മൾ ധാരാളം കണ്ടിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അഫോർഡബിൾ ആയുർവേദയ്ക്ക് എപ്പോഴും മൂല്യമുണ്ട്. നമ്മുടെ ഒരു സൂപ്പിന് 10 രൂപയുള്ളൂ എന്ന് പറയുമ്പോൾ ആലോചിക്കുക, ഓരോ പ്രൊഡക്ട്സും എല്ലാ തരത്തിലുള്ള ഇൻഗ്രീഡിയൻസും ഉള്ള ഒന്നാം തരം ന്യൂട്രീഷണൽ സൂപ്പാണ് വെറും 10 രൂപയ്ക്ക് കിട്ടുന്നത്. അത് ആ 10 രൂപയ്ക്ക് കിട്ടുന്നത് തന്നെ 2 പേർക്ക് കഴിക്കാനുള്ള സൂപ്പുണ്ട്, അല്ലെങ്കിൽ 3 പേർക്ക് കൊടുക്കാനുള്ള സൂപ്പുണ്ട്. അത്രമാത്രം ഇംപ്രസീവ് ആയിട്ടുള്ള ഉൽപ്പന്നങ്ങൾ സാധാരണക്കാരുടെ ജീവിതങ്ങളെ സ്പർശിക്കാൻ പാകത്തിന് ഒരു കമ്പനി ഒരുക്കി തരുമ്പോൾ, അത് പ്രവർത്തകർക്ക് ഏറ്റവും കൂടുതൽ വരുമാനം ഉണ്ടാക്കി തരുമ്പോൾ, അതിനെ പ്രോപ്പർ ആയിട്ടുള്ള എന്താ പറയാ അർഹിക്കുന്ന ഒരു ബഹുമാനത്തോടു കൂടിയും അർഹിക്കുന്ന ഗൗരവത്തോടു കൂടിയും ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് എടുക്കുകയും പ്രൊഫഷണൽ ആയിട്ടൊരു സമീപനം കൺസൾട്ടന്റിന്റെ പോലെ ചെയ്യുമ്പോൾ, അതായത് നമ്മൾ വിൽക്കാൻ പോവുക, ആളുകളെ പിടിക്കാൻ പോവുകയോ ചെയ്യുമ്പോൾ മാത്രമാണ് റെസിസ്റ്റൻസ് വരുന്നത്. ഒരു സർവേ എന്ന് പറയുന്നത് വളരെയധികം, ഞാൻ എപ്പോഴും ആവർത്തിക്കുന്ന ഒരു കാര്യമാണ്, വളരെയധികം ഈസി ആയിട്ട് ആൾക്കാർക്ക് ചെയ്തു തരാൻ ഒരു മടിയുമില്ലാത്ത, വളരെ കംഫർട്ടബിൾ ആയിട്ട് ആൾക്കാർ ചെയ്യുന്ന ഒരു മെത്തേഡാണ്. ആ മെത്തേഡിലൂടെ ആളുകളെ ബോധവൽക്കരിക്കുകയും അവരുമായിട്ട് നല്ലൊരു സൗഹൃദ ബന്ധം ഉണ്ടാക്കുകയും ഇനി അയാൾ വന്നില്ലെങ്കിലും വേണ്ട അവരെ കാര്യങ്ങൾ പറഞ്ഞ് പഠിപ്പിക്കുന്നതിന്റെ സംതൃപ്തി
കൊണ്ട് വീട്ടിലേക്ക് ദിവസം വന്ന് കിടന്ന് സുഖമായിട്ട് കിടന്ന് ഉറങ്ങാനും പറ്റുന്ന ഒരു വലിയ ഒരു സാധ്യത ഇവിടെയുണ്ട്. നിങ്ങൾക്ക് ശാന്തി കിട്ടും, മനസ്സിന് സന്തോഷവും സംതൃപ്തിയും. ഒരു റിട്ടയർ ചെയ്ത ആളാവട്ടെ, ഒരു സ്റ്റുഡന്റ് ആവട്ടെ, ഈ ഒരു പ്രവർത്തനത്തിൽ മുഴുകുമ്പോൾ നിങ്ങൾ ഈ പണത്തിനും അപ്പുറത്ത് പലതും അനുഭവിക്കുന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. കാരണം ഇതിനകത്ത് ഈശ്വരീയതയുണ്ട്, ഇതിനകത്തൊരു പ്രപഞ്ചത്തിന്റെ തീരുമാനങ്ങളുണ്ട്. ഇത് ഈ ഇത്തരത്തിലുള്ള ഒരു പ്രോഗ്രാമിന് ദാഹിച്ചിരിക്കുന്ന ആളുകൾ ഇന്ത്യയിൽ ധാരാളം പേരുണ്ട്. അവര് കൃത്യമായിട്ട് അവരുടെ സ്ലോട്ട് ഇവിടെ കണ്ടെത്തും, അവർ അവിടെ നിന്ന് പോവില്ല. അങ്ങനെ പെർമനന്റ് ആയിട്ട് ലൈഫ് ലോങ് ഇതൊരു മിഷനും വിഷനുമായിട്ട് എടുത്ത് സന്തോഷമായിട്ട് നമ്മളെക്കാൾ വലിയൊരു ആദർശത്തിന്റെയും ഒരു ആശയത്തിന്റെയും ഒക്കെ തലമുറക്കാരായിട്ട് പിൻപറ്റി നടക്കുന്നതിന്റെ ഒരു സുഖം ഒന്ന് ഭയങ്കരമാണ്. നിങ്ങളുടെ സമയത്തിന് വില കൂടുതൽ ഉണ്ടാവുന്നത്. നിങ്ങളെക്കാൾ വലിയൊരു ഒരു ഒരു നിങ്ങളെക്കാൾ വലിയ എന്തെങ്കിലും ഒന്ന് നിങ്ങൾ തലയിൽ എടുത്ത് നടക്കുമ്പോഴാണ് സമയത്തിന് വില വരുന്നത്. അപ്പൊ അത്തരത്തിലുള്ള ഒരു അവസരമാണ് IMC. ഇതൊരു ചരിത്ര മുഹൂർത്തമാണ്. അതിന്റെ ആ ചരിത്രം എഴുതപ്പെടുമ്പോൾ, നിങ്ങളുടെ നാടുകളിൽ എഴുതപ്പെടുമ്പോൾ അതിൽ നിങ്ങളുടെയും കൂടി ഒപ്പുണ്ടാവണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. കാരണം നിങ്ങളുടെ അതാത് റെസ്പെക്റ്റീവ് സ്ഥലങ്ങളിൽ ധാരാളം സ്റ്റോക്കിസ്റ്റുകളെ കൊണ്ടുവരാനും ഡിസ്ട്രിബ്യൂഷൻ പോയിന്റുകൾ കൊണ്ടുവരാനും അവിടെ ധാരാളം ആളുകൾക്ക് അസുഖങ്ങൾ മാറാനും അവിടെ ധാരാളം ആളുകൾക്ക് ഒരു സാമ്പത്തിക നേട്ടം കൈവരിക്കാനും ഒക്കെ നിങ്ങളൊരു നിമിത്തമായി മാറുമ്പോൾ അത് എല്ലാ കാലത്തും മരണത്തിന് ശേഷം ഓർമ്മിക്കപ്പെടുന്ന ചില കാര്യങ്ങളായിട്ട് അത് മാറും. അതിന് നിങ്ങൾക്ക് കഴിയട്ടെ എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ നിങ്ങളെ അൺമ്യൂട്ട് ചെയ്യാം, എന്നിട്ട് നിങ്ങളുടെ സംശയങ്ങൾക്ക് മറുപടി തരാം. തൽക്കാലം ഞാൻ ഈ ഒരു സെഷൻ റെക്കോർഡിംഗ് അവസാനിപ്പിക്കുക.